നിങ്ങൾ പ്രചരിപ്പിക്കാണല്ലോ കുറെ ശിർക്ക് എല്ലാ നേർച്ചയും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ പുറമെ അപ്പുറത്തതും പ്രചരിപ്പിക്കണേ. ഇനിയോ തീർന്നോ? ഏറ്റവും കടുത്ത പാപമായ പലിശ. പലിശക്ക് നിങ്ങൾ പരസ്യം കൊടുക്കുന്നില്ലേ? ഞാൻ ഇവിടെ മുമ്പൊരിക്കൽ ഒരു പരസ്യം വായിച്ച പേരോട് പറഞ്ഞു അത് ചുരുങ്ങിയ പലിശ എന്നാണ്. അതിപ്പോ പലിശ ചുരുക്കി കിട്ടാൻ വേണ്ടി ഒരു പരസ്യം കൊടുത്ത ആൾക്കാർക്ക് നല്ലതല്ലേ എന്ന് അന്ന് മൂപ്പരേന് പറഞ്ഞ ന്യായം. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, കയ്യിൽ തടിയും ഉയർന്ന പലിശയും വരുന്ന് വന്നു. ഇനി കേട്ടോളീ, നിക്ഷേപങ്ങൾക്ക് അധിക പലിശ ഒരു പത്രത്തിലാണ്. ഇനി വേറൊരു ദിവസത്തെ പത്രത്തിൽ ഉയർന്ന പലിശ 11% വരെ നിക്ഷേപകർക്ക് മികച്ച നേട്ടം. അതും കഴിഞ്ഞാൽ വേറൊന്ന് കേട്ടോളീ, എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്കും, മറ്റുള്ളവർക്ക് 1 വർഷത്തെ നിക്ഷേപത്തിന് 3 വർഷത്തേക്ക് ഇത്ര, അതുപോലെ തന്നെ ഓരോ വർഷത്തേക്ക് ഇത്ര കൃത്യമായ കണക്ക് എനിക്ക് വായിക്കാൻ നേരല്ല. അപ്പൊ ഉയർന്ന പലിശയുടെ നിരക്കാണ് പറയുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയായി? ശിർക്കിന്റെ പ്രചരണമായി. പറയണം, സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ, ആധികാരിക ശബ്ദം, ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ശബ്ദം. SYS പൂരകമാണ്, അതുപോലെ തന്നെ സിറാജും പൂരകമാണ്. അതുപോലെ തന്നെ സാത്വികരായ പണ്ഡിതന്മാരുടെ തൂവെണ്മയാർന്ന വാക്കുകൾ, ആത്മീയ നേതൃത്വത്തിന്റെ കൈവെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആ കൃത്യമായ അക്ഷരക്കൂട്ടുകൾ. എന്താ ആര്യനെഴുത്തായി പറഞ്ഞതൊക്കെട്ടോ? ശുദ്ധ മലയാളം സംസാരിക്കുന്നവരെ കൂട്ടത്തിൽ, പയക്കം പറയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല ഇനി എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, ഒക്കെ മാറ്റാണ് അല്ലേ? അപ്പോ ഇനി ഇതൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ വരാൻ പോകുന്നവരെന്താ? ഇപ്പോ പലിശയുടെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ പേരോടിന് ഫോറിൻ സാധനം കൊണ്ടുവന്നത് സമർപ്പിക്കുന്നു. ഇങ്ങനെ വന്നാ മതി. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ച ഷാർജിൽ നിന്ന് ഇങ്ങനെ വന്നാ മതിയോ ഒന്ന് കേട്ടോട്ടെ ആൾക്കാർ. പോരെ, ടിക്കറ്റ് എടുത്തു വന്നാ പോരാ, വല്ലതും കൊണ്ടുവന്നെന്ന് ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ഓരോന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചോളൂ. ഇങ്ങനെ പെട്ടെന്ന് പോയിക്കോട്ടെ. ഓരോന്ന് നമുക്കിങ്ങനെ ഓരോന്ന് വരട്ടെ. സിറാജിൽ വന്ന പരസ്യങ്ങളാണ്, കുറച്ചൊന്ന് കണ്ടോട്ടെ. ഞാനൊന്ന് ചിലതൊക്കെ കാണുമ്പോൾ ഒന്ന് വിശദീകരിക്കാനുണ്ടൊന്ന് ശ്രദ്ധിച്ച് കാണിക്കാം കേട്ടോ. ഒരു പരസ്യമാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയിൽ ബീവിമാരാണ്. പോട്ടെ, അടുത്ത വരട്ടെ കേട്ടോ. ഓരോന്ന് നിങ്ങൾ കണ്ടോളിൻ. ഓരോന്ന് ഇങ്ങനെ വരുന്നുണ്ട്, പേരോട് കാണട്ടെ. അതായി ആരാ വന്നിരിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാര്. തൂവെണ്മയാർന്ന ജിഹ്വ, ജിഹ്വയിൽ ഇങ്ങനെ വരികയാണ്. അടുത്ത വരട്ടെ. ഓ, എന്താ സിനിമന്റെ പരസ്യം! കഥ പറയുമ്പോൾ ആരാ? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യപ്പെട്ട നേതാവെന്നല്ലേ അല്ലേ? കാരണം ആ പണ്ഡിതന്മാരുടെ അതാ അടുത്തത് വന്നു. പർദ്ദയിട്ട പെണ്ണ്, പർദ്ദയിടാത്തത്, ആരൊക്കെയാ വരുന്നത്, ആരൊക്കെയാ ബീവിമാര് വരുന്നത്. ഇനിയും കണ്ടോ, ഇടക്കിങ്ങനെ വരുന്നത് സിറാജ്. മറക്കണ്ടാന്ന് ഓർമ്മപ്പെടുത്തുക. ഇടക്കിങ്ങനെ സിറാജ് കാണിക്കുമ്പോഴേ വരട്ടെ, ഓരോന്ന് പെട്ടെന്ന് വരട്ടെ. കണ്ടോളി, നിങ്ങളൊന്ന് മറുപടി പറയണം. ഇത് ഗൾഫിൽ നിന്ന് പോയിട്ട് എന്തിനാ അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് വരുന്നല്ലേ? അവിടെ വന്ന പരസ്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അടുത്ത പരസ്യം നിങ്ങൾ നോക്കൂ. ഇത് മാതൃഭൂമിയിലും മനോരമയിലൊന്നും അല്ല, സുന്നത്ത് ജമാഅത്തിന്റെ കണ്ടോ, സൃഷ്ടാവിന്റെ വിളിക്കുത്തരമേകി വിശുദ്ധിയിലേക്ക് എന്നൊക്കെയുള്ള സിറാജിൽ അതാ വന്ന് നിൽക്കുന്നു. ആരൊക്കെയാണ് കണ്ടോ പരസ്യങ്ങൾ, ആരൊക്കെയാ വന്ന് നിൽക്കുന്നത്? ഇനിയും നിങ്ങൾ നോക്കൂ, അടുത്തത് വന്നു. വരട്ടെ, ഓരോന്ന് കണ്ടോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കൂ നിങ്ങൾ, ഓരോന്നിന്റെ പരസ്യമാണ്. ഇതൊക്കെ സിറാജാട്ടോ, അങ്ങാടിയിലെ മാർക്കറ്റിലെ ചുമരും വന്നെടുത്ത ഫോട്ടോ ഒന്നുമല്ല. മനസ്സിലാക്കണം. കുറച്ചൊന്ന് കാണിച്ചതാണ്. ഇനി ഒരു അവകാശവാദവും കൂടി ഉണ്ട് വായിക്കാൻ. എന്ത്? ഈ സിറാജിനുള്ളൊരു പോരിഷുണ്ട് ഇതിന്റെ തുടക്കത്തിലാന്ന് കേട്ടോളിൻ. സിറാജ് ഫണ്ട് ഇതിന്റെ പബ്ലിക്കേഷൻസ് കൊടുത്തൊരു പരസ്യമാണ്. എന്താ കൊടുത്തത് കേട്ടോളൂ. സിനിമ പോലുള്ള ഇസ്ലാമിക വിരുദ്ധ പരസ്യങ്ങളും മറ്റും സ്വീകരിച്ചുകൊണ്ടാണ് മറ്റു പത്രങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് തികച്ചും ഇസ്ലാമികമായി തന്നെ സിറാജ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്.
കണ്ടോ, ഇപ്പൊ കണ്ടില്ലേ, വാക്കൊന്ന് പ്രവൃത്തിയൊന്ന്, പറഞ്ഞതൊന്ന് കാണിച്ചതൊന്ന്, എഴുതിയതൊന്ന് പ്രവർത്തിച്ചതൊന്ന്. കാപട്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോ പേരോടിന് മതിയായോ? പോരെങ്കിൽ ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത വരവിന് ഫോറിൻ പത്രം ഇനിയും കൊണ്ടുവരാൻ കേട്ടോ. ആവശ്യമാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അബൂദാബിയിൽ നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്. SYS-ഉം സിറാജും ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, അതിന്റെ പ്രചരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണേ. SSF-കാരൻ പത്രം തൊക്കിലെടുക്കി നടക്കുന്നു, അതുപോലെ തന്നെ SBS-കാരൻ നടക്കുന്നു, അതുപോലെ തന്നെ SYS-കാരൻ നടക്കുന്നു. ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആ സന്ദേശങ്ങളാണ് കണ്ടത്, അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ സുന്നത്ത് ജമാഅത്ത് എന്ന് പേരിടുന്നു. പറയുന്നതും ചെയ്യുന്നതുമൊക്കെ അതിന് നേരെ എതിരാണ്. ഒന്നുകിൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരൂ, അതല്ലെങ്കിൽ ഫാസിക്കാണ്, ധിക്കാരികളാണ്, തെമ്മാടികളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തിയാൽ മതി. ഓർമ്മപ്പെടുത്തുകയാണ്, എത്ര തോന്നിവാസമാണ് കാണിച്ചതിലും അപ്പുറം ഇനിയും ധാരാളം സ്റ്റോക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരവസ്ഥയിലേക്കല്ലേ, ഇതല്ലേ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? കാന്തപുരം അതിന്റെ മധു പറഞ്ഞു, എല്ലാവരും അതിന്റെ മധു പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു പ്രത്യേകമായ ജനതയുടെ മുമ്പിലേക്ക്, ഈ കാലഘട്ടം വളരെ ദുഷിച്ചുപോയ കാലമല്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമികമായി കൊണ്ടുപോകാൻ കഴിയാത്തവർ ആരായാലും ആ പണി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇസ്ലാമിനോട് ബാധ്യതയുണ്ട്. പത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് സർവ്വ തോന്യാസങ്ങളും ഇതുപോലെ സിറാജ് പ്രസിദ്ധീകരിക്കും പോലെ മാധ്യമവും പ്രസിദ്ധീകരിക്കാറില്ലേ? ഈ കണ്ട ചിത്രങ്ങളൊക്കെ മാധ്യമത്തിലും ഉള്ളതാണ്. അവർ നല്ല വെള്ള ചമയേണ്ടതില്ല. അള്ളയല്ലാതെ വിധിക്കാൻ അധികാരമുള്ള ഹാക്കിമില്ല എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ജമാഅത്തുകാരെ, ഓ ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള ചിത്രങ്ങൾ, ഇതുപോലെയുള്ള ആ രൂപത്തിലുള്ള ആ ഫോട്ടോകൾ മാധ്യമത്തിലും കാണുന്നു. ഇസ്ലാമാണോ? അല്ലാഹുവല്ലാതെ വിധിക്കാൻ അധികാരമില്ലെന്ന നിയമം പത്രരംഗത്ത് ഒഴിവാക്കിപ്പോയോ? പത്രരംഗത്ത് ഞങ്ങൾക്ക് വിധി തരുന്നത് ശൈത്താനാണെന്നാണോ, താഗൂത്താണെന്നാണോ? ഒന്ന് ചിന്തിക്കണേ മുസ്ലിമീങ്ങളെ. സിറാജിന്റെ അതേ ലൈനിൽ നിങ്ങളും സ്വീകരിക്കുന്നു. എല്ലാവരോടും പറയട്ടെ, ഏത് പരസ്യ കമ്പനിയാണെങ്കിലും, ഏത് വസ്ത്രത്തിന്റെ വസ്ത്ര കടയുടെ ഉടമകളാണെങ്കിലും, ജ്വല്ലറിയുടെ ഉടമകളാണെങ്കിലും, സർവ്വ മുസ്ലിമീങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള പരസ്യങ്ങൾ ഈ പത്രത്തിൽ വരുന്നത് മാത്രമല്ല, നിങ്ങൾ ബാനറായി കെട്ടരുത്, നിങ്ങൾ ഷോപ്പിൽ പ്രദർശിപ്പിക്കരുത്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും നിങ്ങൾ ആരും കൊടുക്കരുതേ. അതൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ കച്ചവടത്തിന് ബറക്കത്തുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഓരോ രംഗങ്ങളിലും ഏത് മുതലാളിമാരാണെങ്കിലും, ഏത് മുസ്ലിമാണെങ്കിലും കക്ഷിഭേദമില്ലാതെ എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ സഹോദരൻ വിനയത്തോടെ പറയട്ടെ, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറുണ്ടോ? കച്ചവടത്തിൽ അത് ഒഴിവാക്കിയാലും ബറക്കത്ത് തരുന്നത് അള്ളയാണ് കേട്ടോ. അള്ളാന്റെ ഖജാന വിശാലമാണ്, കൊടുത്താ തീരാത്തത്ര നിറഞ്ഞു നിൽക്കുന്ന ഖജനാവാണത്. ഹറാമ് ചെയ്താലേ കച്ചവടം നടക്കൂ എന്ന് തോന്നിപ്പോണ്ട. നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ഏത് മേഖലയിൽ സൂക്ഷ്മത പാലിച്ചാലും അള്ളാന്റെ സഹായം ഉണ്ടാകും കേട്ടോ. അത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ച ആശയമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ ദാ സൂറത്തു ത്വലാഖിലൂടെ പഠിപ്പിക്കുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, സർവ്വ സഹോദരങ്ങളോടും പറയുന്നു,
സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും പത്രത്തിൽ കൊടുക്കുന്നതാണെങ്കിലും ബാനറിലാണെങ്കിലും ഏത് നിലക്കുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും സർവ്വ മുസ്ലിം സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുള്ളതാണ്. എത്രയോ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതാ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ആര് അല്ലാഹനെ സൂക്ഷിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അവന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി അല്ലാഹ് തരും കേട്ടോ. നിങ്ങൾ കുടുങ്ങിപ്പോകില്ല കേട്ടോ. ഞാൻ തഖ്വയോടെ ജീവിച്ചത് കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് പറയേണ്ട ഒരു ഗതി വരില്ല കേട്ടോ. അള്ളാന്റെ വാചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ റബ്ബ് പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ. യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു. നമ്മൾ എന്തിനായി ഭയപ്പെടുന്നത്? എന്തിനായി ഭയപ്പെടുന്നത്? കച്ചവടം കുറയുമെന്ന് പേടിച്ചിട്ടാണോ? റിസ്ക് മുടങ്ങി പോകുമെന്ന് പേടിച്ചിട്ടാണോ? തരുന്ന അല്ലാഹ് ഓഫർ പറയുകയാണ്, തഖ്വയോടെ ജീവിച്ചോ മുസ്ലിമേ. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ. വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹ് റിസ്ക് തരും കേട്ടോ. അല്ലാഹ് തരും കേട്ടോ. അതിനൊരു പേടി വേണം അല്ലാഹനെ. മനസ്സിനൊരു ഉറപ്പ് വേണം. ഞാനത് ചെയ്യില്ല, ഞാൻ ഹറാമ് ചെയ്യില്ല, എനിക്കാ രൂപത്തിലുള്ള പണവും വേണ്ട എന്നങ്ങ് തീരുമാനിച്ച് തവക്കുലോടെ നിന്നാൽ വമയ്യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കുന്നുവെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹ് മതി അവന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. നമ്മൾ ദിക്ർ ചൊല്ലാറില്ലേ, ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അല്ലാഹ് നീ തരാൻ വിചാരിച്ചത് മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. നീ തരില്ലെന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. എത്രയോ വിശദീകരിച്ചതാണ്. ലോകം വളരെ ദുഷിച്ചു പോയല്ലോ. വൃത്തികേടുകൾ പ്രചരിക്കുന്ന കാലമാണ്. മൊബൈൽ ഫോണുകളിലൂടെ, നെറ്റിലൂടെ, ടിവിയിലൂടെ, സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, മാസികകളിലൂടെ, വാരികകളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ, ദിനപത്രങ്ങളിലൂടെ ഒക്കെ ഇത് വർദ്ധിക്കുകയല്ലേ. ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായി സംസാരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമല്ല. മറ്റു പലതും പറയാനുണ്ടല്ലോ. ഇതൊക്കെയും ഇവിടെ സവിസ്തരം ഈ ഉള്ളവൻ തന്നെ വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇക്കഴിഞ്ഞ റമദാനിൽ ഇവിടുത്തെ ഒരു പ്രത്യേകമായ ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന മുജാഹിദുകളല്ലാത്ത ഒരു കൂട്ടർ ഇവിടെ 2 ദിവസം പ്രഭാഷണം വെച്ചിട്ട് ഈ ഉള്ളവനെ ഷാർജയിൽ നിന്ന് ക്ഷണിച്ചല്ലോ. അള്ളാന്റെ തൗഫീഖോടുകൂടി ഈ രാജ്യത്ത് വന്നിട്ട് 2 ദിവസം റമദാൻ പ്രഭാഷണം നടത്തിയല്ലോ. ആ പ്രഭാഷണത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി അത് മാത്രമാണ് ആ 2 ദിവസവും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കേൾക്കണേ. ഇവിടെ വെച്ച് പറയാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് പല വിഷയങ്ങളും പറയാനുള്ളത് കൊണ്ടാണ്. തഖ്വയിൽ നിന്ന് വിട്ട ജീവിതം വേണ്ട. എല്ലാ രംഗത്തും സൂക്ഷിച്ച് ജീവിക്കണേ. അത് പത്രരംഗത്താണെങ്കിലും അത് നുണ പറഞ്ഞുകൊണ്ടുള്ളത് വേണ്ട. അശ്ലീലം പരസ്യപ്പെടുത്തിയിട്ട് വേണ്ട. കളവ് പറഞ്ഞിട്ട് വേണ്ട. ഒരാളെ കഫറാക്കിയിട്ട് വേണ്ട. അതിലൊക്കെ നിങ്ങളത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളും ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരട്ടെ. അപ്പൊ സിറാജിന്റെ കാര്യത്തിൽ, സിറാജ് പത്രത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ തീരുമാനമൊന്ന് അറിയിക്കണേ മുസ്ലിയാരേ. നിങ്ങൾ അതിവിടെ വന്നൊന്ന് നയം വ്യക്തമാക്കണം. ഞങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് തോളൊഴിഞ്ഞാൽ നിങ്ങളുടെ തോളിൽ ഞങ്ങൾ ഇതാ വെച്ച് കെട്ടിയിരിക്കുന്നു. ഷാർജയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വെറുതെ വന്നതല്ല, കൊണ്ടുവന്ന് തോളിൽ വെച്ച് തന്നിരിക്കുന്നു. ഇറക്കി വെക്കാൻ ധൈര്യമുണ്ടോ?
തോളൊഴിയാൻ നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള തെളിവുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. നാദാപുരത്തുകാരും ഈ ശബ്ദം ശ്രവിക്കുന്ന കർണാടകക്കാരാണെങ്കിലും തമിഴ്നാട്ടുകാരാണെങ്കിലും ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും കാണട്ടെ, അറിയട്ടെ. ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇനി പറയാറുള്ളത്, ഞാനിവിടെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളിവിടെ ഒരു ഞങ്ങൾ ഒരു മാല ഞാൻ ഇവിടെ പാടിയിരുന്നു. ഒരു മാല ഓർക്കുന്നുണ്ടാകും. കൊട്ട തട്ടിയരും ഒരു കഥ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞത് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുന്നു. ഒലിയേ ഓരോ ഹാദിം മൗത്തായ സങ്കടം അവരെ സാവുജത്ത് വന്ന് പറഞ്ഞാരേ, എൻ്റെ ഹാദിമിൻ്റെ റൂഹന്നിൽ താരേണം എന്ന് മലകുൽമാവൂത്തോട് കേട്ടോവർ തനിയോൻ്റെ അരുളാൽ പൂടിത്തതയ്യങ്ങീന താരും ഞാനെന്ന് മാലക്ക് നവിണ്ടോവർ നവിൽ കേട്ട് കയ്യില്ല മേരർ പിടിത്തുള്ള ജംബീലൈ വേഗം പൂടിത്ത് പറന്നോവർ അന്നാളിൽ വാങ്ങിയ റോഹുകളൊക്കെയും ഉണ്ടന്ത കോട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടതി തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളിപ്പറ പാറ്റി വിടുത്തോവർ. പാടിയതല്ലേ, മറ്റൊരു ട്യൂണിലാണ്. ഏതായാലും പാട്ട് പാടില്ലൊരു വിഷമാണല്ലോ. തിരിച്ചൊന്ന് പാടി നോക്ക്, പാടി നോക്ക്, നല്ലതല്ലേ. നേരത്തെ ഇപ്പൊ അനുകരിച്ചിട്ട് മാർക്ക് ചെയ്യാനിടാ. എന്നിട്ടോ വിട്ടതൈ കണ്ട് അസ്റായീൽ അല്ലാന്റെ ബലിമഹലറത്തിലെത്തി പറഞ്ഞോവർ അപ്പോൾ മലക്കോട് അല്ലാ അരുളിയ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഹൗസല്ലേ, പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നോവർ. ഇത് പാടിയിരുന്നില്ലേ, ഇത് പറഞ്ഞിരുന്നില്ലേ? അല്ലേ? ഈ രീതിയിലല്ല. ഇനിയിപ്പോ അടുത്ത വെല്ലുവിളികൾ ഈ രീതിയിൽ പാടിയതായി വെല്ലുവിളിക്കുന്നു. തെളിയിക്കാമോ? ഇല്ല, പാടിയിട്ടില്ല. ഇപ്പോഴാ പാടിയത്. അല്ലെ, ഞാൻ തോറ്റു. ഇപ്പോഴാ പാടിയത് ഈ രീതിയിൽ. മുമ്പ് മറ്റൊരു ട്യൂണിലായിരുന്നു. ശരി, അപ്പോ പേരൊടി നമ്മൾ വായിച്ചപ്പോ അങ്ങനെ ഈ കൊട്ട വിശദീകരിക്കുന്നില്ല ഞാൻ. ഈ കൊട്ട തട്ടി അസ്റായീലിന്റെ അടുത്ത് ഈ കൊട്ട വാങ്ങി തട്ടിയ കഥ കണ്ട് വായിച്ചപ്പോ പേരോട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കണ്ടോ, തള്ളുകണേ. നാദാപുരത്ത് വെച്ചൊരു തള്ളല്. അത് പ്രത്യേക പാറക്കടവിൽ വെച്ചാണ് തള്ളിയത്. ഒരു മൗലവി പറഞ്ഞു, ഈ സുന്നികൾക്ക് ഒരു മൊഹീദ്ദീൻ മാല, ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മൗലിദ് ഓതൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻ മാലയിൽ പറയുന്നത് ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹം പിടിച്ചു പോവേ. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ റൂഹുണ്ട്. ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹാണ്. അതുകൊണ്ട് അത് പിടിച്ചോണ്ട് ഞാൻ പറ്റില്ല, എനിക്ക് തരണമെന്നാണ് മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ അസ്റായീൽ അങ്ങനെ തരാനൊന്നും പറ്റില്ല. മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്തു? അസ്റായീലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ട് വിട്ടു. തട്ട് കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസ്റായീൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നട്ടായി അസ്റായീൽ പോയി. ഇങ്ങനെ മുഹീദ്ദീൻ മാലയിലുണ്ട് എന്ന് മൗലവിമാര് സാധാരണ എത്രയോ സ്ഥലത്ത് കുറ്റിയാടിയും കടവത്തൂരൊക്കെ മുമ്പേ പ്രസംഗിക്കുന്നതാണ്. നമ്മൾ 100 പ്രാവശ്യം എന്റെ മറുപടി പറഞ്ഞാണ്. പാറക്കടവിൽ പാറ്റിയായിട്ടുള്ളത് വിളമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ കുട്ടികളുടെ മുഹീദ്ദീൻ മാല മുതലും അവർ വിചാരിക്കുന്ന ഇല്ലാത്തത് അങ്ങനെ മൗലവിമാര് പറയോ, മുഹീദ്ദീൻ മാല ഇല്ലാത്തത് പറയോ എന്ന് നമ്മളെ കുട്ടികൾ വിചാരിക്കുക. വാസ്തവത്തിൽ ഇത് പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി, 100 കണക്കിന് കിതാബുകൾ എഴുതിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് കോഴിക്കോട്ടൂറ തന്നിൽ പിറന്നോവർ കൊർവായിനൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ ബഹുമാനങ്ങളൊക്കെ കോർവയാക്കി നിങ്ങൾക്ക് മാലയാക്കി പഠിപ്പിച്ചു തന്ന ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ്
സുന്നത്ത് ജമാഅത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കി നമ്മളെ വീടുകളിൽ ചൊല്ലി വരാറുള്ള മുഹീദ്ദീന്മാരെയും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം മൗലവിമാര് പറയുകയാണ്. ഇതാ മുഹീദ്ദീന്മാരെയും ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീക്കത്തുകാരുണ്ട്. ഞങ്ങൾ ഖാദിരിയ തരീക്കത്താണ് എന്നും പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീക്കത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികളുണ്ട്. അത്തരം കള്ളത്തരീക്കാത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്കിയാടും അതുപോലെ കലാച്ചിയിലും നാദാപുരത്തും എല്ലാ സ്ഥലത്തും കള്ളത്തരീക്കത്തുകാർക്കെതിരെ പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കേസറ്റുകളും ധാരാളം ഉണ്ട്, ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ കള്ളത്തരീക്കത്തുകാരായ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ട്. അക്കൂട്ടത്തിൽ ഏതോ ഒരു തമളം മാല ഉണ്ടാക്കി. ആ മാലയിൽ ഇങ്ങനെയുണ്ട്. അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഏതോ ഒരു തമിളുണ്ടാക്കിയ മാലയാണ്. ആ മാലയും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. പച്ചക്കള്ളമാണ്. തമിഴൻ മാല എന്നൊക്കെ പറഞ്ഞാൽ തള്ളിയിട്ട് പിന്നെ അത് ഒന്നും കൂടെ നാദാപുരത്തുനിന്ന് പിന്നെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പൊടിപ്പും തമ്മിലൊക്കെ വെച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. 500ഓളം കിതാബ് എഴുതിയ ആളാ മുഹീദ്ദീന്മാർ ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എഴുതിയ മുഹീദ്ദീന്മാരെ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളെല്ലാം ചെല്ലാറുണ്ട്. നേരെ മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈദുല്യം തർജമ എന്ന് പറഞ്ഞിട്ട്, വൈദുല്യം തർജമ അതിന്റെ 143-ാം പേജ് വലിയ ഒരു മഹാൻ, കേരളത്തിൽ കഴിഞ്ഞു ഒരു വലിയ മഹാൻ എഴുതിയതാണ്. ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈദുല്യം തർജമ ആരാണത്? പാടൂർ സെയ്ദ് കോയക്കുട്ടിത്തങ്ങൾ. അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജമയാണ്. പഴയ കാലത്തുള്ളതാണ് വൈദുല്യം തർജമ. അതില് ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ. ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തിർനിർണിടം എന്നും മുഹീദ്ദീൻ മാല എന്നും മറ്റും ചില പാട്ടുകൾ അഹ്ലുസുന്നിയാക്കളെ അഖീദക്ക് മാറായിട്ട് പെരുത്ത് കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട്. ആയതിനെ പാടുന്നതും ജായിസല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജമ എന്ന് പറയുന്ന തർജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മുഹീദ്ദീൻ മാല അത് ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബാധകമല്ല, അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജുമ കേട്ടിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല, പേരോട് അംഗീകരിക്കുന്ന മാല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ? ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത്? വൈദുല്യം തർജമയിൽ എതിർത്തിട്ടുണ്ട്. ഏത് മാലനെ? ഈ മാലനെ. വൈദുല്യം തർജമ എഴുതിയതെന്ന 1277 1277 എഴുതിയ വൈദുല്യം തർജമയിൽ എതിർത്തിരിക്കുന്നു അത്രേ. ഏത് മാലയെ? 1348 രചിച്ച മാലയെ. എങ്ങനുണ്ട്? 1348 ഉണ്ടാക്കിയ മാലനെ എതിർക്കണമെന്ന്. 48 പിന്നെ എത്ര കൊല്ലം ഉണ്ടാവും? 48 ഒരു 58 68 170 കൊല്ലം മുമ്പ് 170 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ 70 കൊല്ലത്തിന് ശേഷം വരാൻ പോണ മാലനെ എതിർത്തിട്ടുണ്ട്. കളവ് പറയുമ്പോ സുഹൃത്തെ, 71 കൊല്ലം പാടൂര് കോയക്കുട്ടി തങ്ങള് വൈദുല്യം തർജമ എഴുതിയിട്ട് 71 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചൊല്ലിയ പുതിയ മുഹീദ്ദീൻ മാല ഉണ്ടായിരുന്നത്. അതിനെ ഇയാൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ. നല്ല കാര്യമായി പോയിട്ടുണ്ട്. ഇങ്ങനെ പച്ച കള്ളം പറയാ അല്ലേ? അപ്പൊ നമ്മള്
പറഞ്ഞു. മൂപ്പരപ്പോൾ വിചാരിച്ചത് ഈ മാല അംഗീകൃതമാണോ അല്ലേ എന്നതാ ഇപ്പൊ ഇവിടുത്തെ ചർച്ച എന്ന് വഴിമാറ്റി വിടുകയാണ്. എന്റെ ചോദ്യത്തിലെ മർമ്മം എന്താന്ന് പറയും, മാലക്ക് സനതൊക്കെ ഞാൻ വേറെ കൊണ്ടുവരാം, അത് വേണമെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയണേ, മറക്കരുത്. എന്ത്, ഞങ്ങൾക്ക് ആ മാലന്റെ സനതൊന്ന് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ സനതൊക്കെ വായിച്ചു തരാം. ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയത് കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ, ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിഴുണ്ടാക്കിയതല്ല. പഴയ മൊഹീദ്ദീൻ മാലയിൽ, മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത പല കശ്ഫ് കറാമത്തുകളും മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില ഇല്ല. മൊഹീദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ, അതിന്റെ ആ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാടെ പേര് പറയുന്നതിന്റെ സവാബാണ്. എന്നാല് മുഹീദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അല്ലാ 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 എന്ന് പറഞ്ഞ പോലെ. മനസ്സിലായില്ലേ? തീർന്നില്ല. ഇനി ഇതിന്റെ കൂലി കേട്ടോളി. ഇതിനെ പാടുന്നയും അഥവാ ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ, പാടണ്ട, അതിങ്ങനെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. അതിലൊരു സംശയവുമില്ല. കേട്ടോളൂ ഇതിന്റെ അടിഭാഗം. ഇതിനെ പൊന്നാനി മഹദൂം, പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും, കൂടിയമ്മാകാനകത്ത് അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്തതാകുന്നു. ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ, അണ്ണന്മാരാ, തമിഴനാ? എന്താ പേരോടെ? അല്പൊക്കെ ഒരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ഇത് കേൾക്കൂലേ? മുപ്പര് വിചാരിച്ചാലും നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു. ഇതൊരിക്കലും വിചാരിച്ച എന്താ അടിച്ചു വിട്ടാണ് പോകാന്നാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഇതിന്റെ പോലീസ് കേൾക്കണോ? കൊല്ലൊക്കെ പറഞ്ഞുതരാം. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടതാകുന്നു. ഏത് അച്ചുകൂടത്തിൽ? ആ പ്രസിന്റെ പേര് വരെ ഉണ്ട്. നോട്ടീസ്, ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ്. ഈ പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴൻ മാലയല്ല, കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല, തമിഴൻ മാലയല്ല. തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി തീർ സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദ പ്രസ്സിൽ നിന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ, മിസ്ബാഹുൽ ഹുദ പ്രസ് മുജാഹിദിന്റെ പ്രസ് ഒന്നല്ലോ, പഠിച്ചു വെച്ചോ, അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി, പൊന്നാനി, മലബാർ. തമിഴനല്ല. അപ്പോ ഞങ്ങൾ ഒരു പ്രധാന വിഷയം എന്താ? അതിൽ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഉസ്താദ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ, ഉസ്താദിന്റെ കിതാബാണ് ഫതാവ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ. ആ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരോട് ഇരുശബ്ദമായിട്ടുള്ള ചോദ്യം കേട്ടോളൂ. മൊഹീദ്ദീൻ മാലയിൽ വലിയ ഓരോ ഹാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഹാദിമിന്റെ റൂഹ് ശൈഖവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും അസ്റായീൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? അപ്പൊ ആ കഥനെ പറ്റിയ ചോദ്യട്ടോ.
ഉത്തരം, ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല. ഇത് ആരുടെയോ സൃഷ്ടിയാണ്. ശരി, ആരുടെയോ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലായില്ല. ആരുടെ സൃഷ്ടിയാണ് നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഇതിൽ അവിശ്വസനീയമായി ഒന്നും ഇല്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്. ശറഹുൽ അഖായിദിൽ 176-ാം പേജിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ റൂഹ് പിടിക്കാൻ വന്ന അസ്രായീലിനെ മൂസാ നബി അലൈഹിസ്സലാം അനുവദിച്ചില്ലെന്നും പരാതിയുമായി അസ്രായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹദറത്തിൽ ചെന്നപ്പോൾ മൂസാ നബിയുടെ ആയുസ് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാമെന്ന് അറിയിക്കാൻ പറഞ്ഞു എന്നുമുള്ള കാര്യം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഇയാൾ പറഞ്ഞതുപോലെയൊന്നും ഹദീസിലുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയമാണ്. ഇനി അവസാനം കേട്ടോളൂ, ഇയാൾ പറയുകയാണ്, മാലയുടെ ആശയത്തിൽ, കേട്ടോ പേരോടെ, മാലയുടെ ആശയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ ഈ ഹദീസിനെ കുറിച്ച് എന്തു പറയുന്നു? അപ്പൊ മാലയിൽ പറഞ്ഞ ഈ ആശയത്തെ പറ്റി എന്താ പറഞ്ഞത്? ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. പേരോടെ, നിങ്ങൾക്കിതിൽ അവിശ്വസനീയമാണല്ലേ? എന്തേ? ഈ പ്രദേശത്തേക്ക് ബാധകമായ ഫത്വയാണോ? നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അടുത്ത പ്രസംഗത്തിൽ ഒന്ന് കാണട്ടെ, അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണേ. ഇതേ കഥ തന്നെ, ഇതേ സംഭവം തന്നെ വേറെയും കിതാബുകളിൽ വന്നിട്ടുണ്ടല്ലോ. ആ കിതാബിന്റെ പേരും ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആശയം തഫ്രീഹുൽ ഖാത്തിറിലുമില്ലേ ഇതേ കാര്യം? നിങ്ങൾ പറയണം, തഫ്രീഹുൽ ഖാത്തിറൊക്കെ നിഷേധിക്കുക, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. മിണ്ടണേ, മറുപടി പറയണേ. ഇനിയോ അതിനെപ്പറ്റി നിങ്ങൾ പറയണം. ജനങ്ങളുടെയൊക്കെ ഓർമ്മയിട്ട് തരികയാണ്. ഇനി അന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിക്ക് ധാരാളം സമയം പേരോട് സമയം ചെലവഴിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പേരോട് എന്താ പറഞ്ഞത്? സലഫിക്ക് ഒരു വിവരവുമില്ല, അതുകൊണ്ട് ഹദീസ് വായിക്കാൻ പോലും അറിയില്ല. എന്നാ വായിച്ചത്. തെറ്റാണ്, അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സലഫി വായിച്ച ഉൾഫുല്ലിഹ തെറ്റാ മൗലവി, അങ്ങനെ വായിക്കാൻ പാടില്ല, വിവരം വേണ്ടേ, പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. എത്ര സമയം മൂപ്പരതിന് വേണ്ടി അന്ന് ചെലവഴിച്ചതെന്നറിയോ? മാത്രല്ല പിന്നെ എന്താ ശരി, മൗലവി ഉൾഫു എന്നല്ല മൗലവി അഴ്ഫു എന്നാ വായിക്കേണ്ടത്. അതും മൂപ്പര് പഠിപ്പിച്ചു തന്നു അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോ എന്നിട്ട് മൂപ്പരെന്നെ എന്തും വായിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല, CD ഇറങ്ങുമ്പോ അതൊക്കെ വീണ്ടും കേൾക്കുകയാണ്. എന്നാ നമ്മളൊന്ന് നോക്കുക, ആര് വായിച്ചതാ ശരി, ആര് വായിച്ചതാ തെറ്റ്? പേരോടും പഠിക്കട്ടെ. കുട്ടികൾ വലിയ ഉസ്താദിന്റെ ശരീഅത്ത് കോളേജില്, ഞാൻ അറബിക് കോളേജിൽ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ്, പ്രിൻസിപ്പാള് ഇൽമു എന്നറിയട്ടെ. സലഫി വായിച്ച പൊട്ടത്തരം എന്താണോ നിങ്ങളൊന്ന് കേട്ടോളീൻ. എന്നിട്ട് മുസ്ലിയാര് വായിച്ച് നോണയും ആ വായിച്ചിട്ട് അതിനെപ്പറ്റി ആ കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയണ നോണയും ഒക്കെ നമുക്കൊന്ന് സാവകാശം കേൾക്കാനുണ്ട്. ഈ വക തെറ്റൊന്നും ഞാൻ പിടിക്കലില്ല, നിങ്ങളാണ് ഇവിടെ തുടങ്ങിയത്. ഇതും ഞാൻ പിടിക്കാൻ വിചാരിച്ചല്ല, നിങ്ങളിത് വലിയ തെറ്റായിട്ട് ഇവിടെ ആഘോഷിക്കാൻ വന്നതാണ്. എന്നാൽ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങളെ തന്നെ ഇടാൻ പോകുകയാണ്. തുടങ്ങുകയാണ് ഓരോന്നായിട്ട്. സദസ്സ് ക്ഷമിച്ച് കേൾക്കുക. ഇതാ പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ പോകുകയാണ്. വരട്ടെ. ആദ്യം എന്താ പേരോട് വായിച്ചതിലെ ശരീരം, ഞാൻ വായിച്ചതിലെ തെറ്റൊന്ന് പേരോട് ആദ്യം പറയട്ടെ. മൗലവി, ഞാൻ അന്ന് അവിടെ കക്കാട് നേരെ പ്രസംഗിക്കുമ്പോ വായിച്ചത് നിങ്ങൾ വായിച്ച ഊഫൂന്ന് കേട്ടിട്ട് അഫൂന്ന് പഠിച്ചില്ല ഞാൻ. എങ്ങനെ? ഞാൻ അഫൂന വായിച്ചത്, നിങ്ങൾ വായിച്ച ഊഫൂന്ന് തെറ്റാ. അപ്പൊ ഊഫ് കേട്ടിട്ട് ഞാൻ അഫു പഠിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത്. എന്തൊരു സാധനാണ് ഇത്, എനിക്ക് മനസ്സിലാകും. എനിക്കും അതാ തിരിയത്ത്. പേരോടൊന്ന് പോയിട്ട് പഠിക്ക്, പേരോടെ പോയി പഠിക്ക്. ഭാഷാ ഗ്രന്ഥോ ഹദീസിന്റെ കിതാബൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്ക്. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയോ? മുസ്ലിംമാരോട് ചോദിക്ക്, അറിയില്ലെങ്കിൽ പോയി പഠിക്ക്. പ്രിൻസിപ്പാളാന്ന് ഇറങ്ങി എഴുതി നടന്നാ പോരാ. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് ശരി തന്നെയാണ്. ഉൾഫൂന്ന് വായിക്കാം, നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നാ പ്രസംഗത്തിലാണ് പറ. ഉൾഫൂന്ന് വായിച്ചത് തെറ്റാണ്, ഇനി പറയാൻ ധൈര്യമുണ്ടോ? കഴിയോ നിങ്ങൾക്ക്? ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്, ശരിയാ ഞാൻ വായിച്ചത്, ഉൾഫു എന്ന് വായിക്കാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? അഴ്ഫൂന വായിക്കേണ്ടത്.
എന്നിട്ട് മൂപ്പര് പറയണ അഴ്ഫുല്ലിഹാന ഞാൻ വായിച്ചത്. മൂപ്പരെന്താ വായിച്ചത് അത് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? മൂപ്പര് അഴ്ഫൂനാണോ വായിച്ചത്? അഴ്ഫൂനാണ് മൂപ്പര് വായിച്ചതെങ്കിൽ മൂപ്പര് ഹദീസിൽ വായിക്കുമ്പോ എന്താ വായിക്കേണ്ടത്? വ അഴ്ഫുല്ലിഹാ എന്നാണ് പറയേണ്ടത്. അഴ്ഫാ യുഴ്ഫി യഴ്ഫാ അഴ്ഫാ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ അമ്രായിട്ട് പറയുമ്പോ അഴ്ഫൂ എന്ന് നിങ്ങൾ പറയുമ്പോ അത് വാവും ചേർത്ത് പറയുമ്പോ അത് നിങ്ങൾ വായിക്കേണ്ടത് വ അഴ്ഫുല്ലിഹാ വ അഴ്ഫുല്ലിഹാ എന്നാ നിങ്ങൾ വായിക്കേണ്ടത്. പഠിച്ചോ, നിങ്ങൾ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. പോയി പഠിക്ക്, കിതാബ് എടുത്ത് നോക്കി പഠിച്ചിട്ട് ഉറങ്ങിയാ മതി. നിങ്ങൾ വായിച്ചത് തെറ്റാണ്, ഞാൻ വായിച്ചത് തെറ്റാണല്ലേ, നിങ്ങൾ വായിച്ചത് മാത്രമാണ് ശരിയല്ലേ എന്നാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവിടെയും നുണയല്ലേ പറഞ്ഞത്? അഴ്ഫു എന്ന് നിങ്ങൾ വായിക്കുമ്പോ വാവ് ചേർത്ത് പറയുമ്പോ വഴ്ഫു എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്തേ വേറെ ആരുമില്ല ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില്? മുസ്ലിയാക്കന്മാരില്ലേ? ഇയാൾ മാത്രമുള്ളൂ ഇവിടെ നാലാവരുത്തി ഇത് കേൾക്കുന്ന ആളുകളില്ലേ? അഴ്ഫു എന്നത് വാവ് ചേർത്ത് കൊണ്ട് പറയുമ്പോ വഴ്ഫൂനാണോ വായിക്കേണ്ടത്? അതോ വ അഴ്ഫു വ അഴ്ഫു എന്നല്ലേ പറയേണ്ടത്? അതങ്ങനെ വസരിന്റെ ഹംസയായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന വഴ്ഫു ആണോ? നിങ്ങൾ അഴ്ഫയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ വഴ്ഫു എന്ന് പറയാൻ പാടില്ല, വ അഴ്ഫു എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ച് അല്ലാത്ത നിരക്കാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്. അഴ്ഫ എന്നാണ് ഞാൻ വായിച്ചത്, അഴ്ഫുല്ലിഹാ എന്നാണ് ഞാൻ വായിച്ചത്. അവിടെയും നിങ്ങൾ പറയുന്നത് കളവല്ലേ? അതാ ആ കളവും തൊണ്ടി സഹിതം ഇതാ നിങ്ങൾ പറഞ്ഞ ചേറ്റുകെട്ടിയില്ലേ, ആ ചേറ്റുകെട്ടിയില് നിങ്ങൾ നിറച്ച മാലിന്യവും പുറത്തേക്ക് ഇടാൻ പോവുകയാണ്. കേട്ടോളൂ, നിങ്ങൾ എന്താ വായിച്ചത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിച്ചതൊന്ന് വായിക്കുന്നതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളണം. വഅഫുല്ലിഹാ വഅഫുല്ലിഹാ അതാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് അഅഫുല്ലിഹാ. വഅഫൂന്ന് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയാം അഅഫുല്ലിഹാ. കേട്ടോളി. ഇനി ഞാൻ എന്താ വായിക്കുന്നത് നോക്കിക്കോളി. അന്നിക്കുസ്സവാരിബ വഅഫുല്ലിഹാ വഅഫുല്ലിഹാ അഅഫുല്ലിഹാ. നല്ല വായന ഷറായിട്ടുണ്ട്. പേരോടെ പഠിക്ക് പോയിട്ട് മീസാൻ മുതൽ ഓതി പഠിക്ക്. ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ അല്ലേ? അല്ലേ? പോയിട്ട് നന്നായിട്ട് പോയിട്ട് ജനങ്ങളോടൊന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കുക എന്റെ അടുത്ത് എന്താ സംഭവിച്ചത്. അതുകൊണ്ട് അഴ്ഫു അഴ്ഫു എന്നാണോ നിങ്ങൾ വായിച്ചത്? നിങ്ങൾ പറഞ്ഞ നുണ മനസ്സിലാകാൻ നിങ്ങൾ വായിച്ചതും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ ഒന്ന് ഒരുമിച്ചൊന്നാണ് കേൾപ്പിച്ചു കൊടുത്തേ. നുണയാണ് മനസ്സിലാകാൻ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. രണ്ടും തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കേൾപ്പിക്കാം. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലാവും. വഅഫുല്ലിഹാ അഅഫുല്ലിഹാ വഅഫുല്ലിഹാ അഅഫുല്ലിഹാ വഅഫുല്ലിഹാ അഅഫുല്ലിഹാ. കണ്ടോ എന്തിനാ ഈ പണിക്ക് പോണ പേരോടെ? ഇതൊക്കെ എന്തിനാണ്? അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഇങ്ങനെ എന്തെല്ലാണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ പറ്റില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക ഉൾഫ് വായിക്കാൻ പറ്റൂല്ലേ? കിതാബുകളില്ലേ? ഇല്ലെങ്കിൽ പറ, പഠിപ്പിച്ചു തരാം, പഠിപ്പിച്ചു തരാൻ. മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊരു സ്ഥലത്ത് ഒരു അബദ്ധാൻ വിചാരിച്ചു പറയുമ്പോ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് 10 തരും ഞാൻ പണ്ടേ പറയലുണ്ട്. അതുകൊണ്ട് ആ പരിപാടി നിർത്തിക്കോ ഞാൻ പണ്ടേ പറയല. തുടങ്ങിയാണോ? നമുക്കൊന്ന് തുടങ്ങാം. നിങ്ങൾ വായിച്ചോർത്ത് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, പറയേണ്ട വെച്ചിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ മൗലവിന്റെ തെറ്റ് പിടിക്കാൻ അതിനെ നേരണ്ടാവുള്ളൂ. തീർത്തും തെറ്റാണ്. ഓ തീർത്തും തെറ്റായിട്ട് ഇങ്ങനെ പറയാത്തൊരു മാണിക്കക്കല്ല്. ഓ എന്ത് സ്നേഹനോട് എന്റെ തെറ്റൊന്നും പിടിക്കാതെ അങ്ങനെ തീർത്തും തെറ്റായിട്ട് മൂപ്പരോട് അങ്ങനെ വെച്ചിരിക്കുക. എന്നാ തുടങ്ങിക്കട്ടോ, അടുത്ത പ്രസംഗം മുതൽക്ക് തുടങ്ങിക്കോ, തെറ്റുകളൊന്ന് പിടിക്കാൻ നമുക്ക്. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നാ പിന്നെ അതിനെന്താ മറുപടി? നിങ്ങൾ വായിച്ചതും തെറ്റാന്ന് നമ്മൾ പറഞ്ഞു. അഴ്ഫു എന്ന പ്രയോഗം അനുസരിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ വ അഴ്ഫുല്ലിഹാ എന്ന് പറയണം. ഞാൻ വായിച്ച ഉൾഫുവിലിട്ട് തെറ്റൂല്ല, അങ്ങനെയും വായിക്കാം. ഇത് രണ്ടും ഞാൻ പറഞ്ഞിരുന്നു. മൂപ്പരിക്ക് അതിനാകെയുള്ള മറുപടി എന്താ? അന്നൊരിക്കങ്ങനെ ഗീർവാണം ധാരാളം സമയത്ത് ഇങ്ങനെ എന്ത് വളരെ ശൗര്യത്തോടെ പ്രസംഗിച്ച വിഷയ ഇതങ്ങോട്ട് ചെന്ന് ഓരോന്ന് തെളിവുകൾ അങ്ങോട്ട് കൊടുത്ത് കൃത്യമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞപ്പോ പേരോട് അവസാനം പറയാം അതിപ്പോ സ്പീഡിലാണ് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായിപ്പോയതല്ലേ. മൂപ്പരതാകുമ്പോൾ 1/2 മിനിറ്റ് കൊണ്ട് മറുപടി കഴിഞ്ഞു. മുമ്പ് ഇത് കുറേ സമയം പ്രസംഗിച്ചിട്ട് അത് വാഴ്ഫു എന്നുള്ളത് പറയുമ്പോൾ ആയിപ്പോയില്ലേ. നിങ്ങൾ നോക്കണം, മൂപ്പരിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതൊന്നൊരു വിഷയമല്ല, ആണ്ട് വിടും മൂപ്പര്.
അതിപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കൂലേ, അതിപ്പോ ഒന്ന് സ്പീഡിലാണ് വായിച്ചപ്പോ. എന്തെങ്കിലും അവിടെ എത്തിയപ്പോ ഒരു സ്പീഡ് കൂടി. എന്താ അവിടെ എത്തുമ്പോ ഒരു സ്പീഡ് കൂടിയത്? ഞങ്ങൾ വൾഫ് വായിക്കാൻ പറ്റും, വൾഫു തന്നെ വായിക്കണ്ടേ? അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ച ഉൾഫ് ശരിയാണോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ശരിയാണോ തെറ്റാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പറയണം, നിങ്ങൾ പറയണം. നിങ്ങൾ എന്തുമാതിരിയാണ് ഇവിടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? അതൊക്കെ ജനങ്ങളൊന്ന് ഓർമ്മയിൽ വരട്ടെ. നിങ്ങൾ നോക്കൂ, അടുത്ത വിഷയം പറയാനുള്ളത് കുറെ പറയാനുണ്ട്. മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞത് എന്താണ്? മന്ത്രത്തിന്റെ വിഷയമാണ്. ഓരോ പ്രഭാഷണങ്ങളിലും ഈ ഉള്ളവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്ത്രം അത് ഇസ്ലാമികമായ നിലപാടെന്താണ് കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. നമ്മുടെ നിലപാട് ധാരാളം തവണ വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ഇവിടെ നീട്ടി പറയുന്നില്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാനമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ആ ഖുർആൻ പരിഭാഷയിൽ നിന്നും, അതുപോലെ തന്നെ കുണ്ടുതോട് വ്യവസ്ഥ വാദപ്രതിവാദത്തിന് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ നിങ്ങളുടെയും ഞങ്ങളുടെയും പണ്ഡിതന്മാർ ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് എഴുതിയ വ്യവസ്ഥയിലും എന്താണ് മുജാഹിദുകളുടെ ആ രംഗത്തുള്ള നിലപാടെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മന്ത്രത്തിനെതിരല്ല, മന്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്, മന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ ഞാനന്ന് പ്രസംഗിച്ചിരുന്നു. അപ്പോ ഇവിടെ വന്നിട്ട് പേരോടിപ്പോ അവസാനം പറയണ എന്താണെന്നറിയോ? അത് പഴയ നിയമമാണ്, ഇപ്പൊ പുതിയ നിയമമാണ്. മൗലവി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പറയണേ ഓരോരുത്തർക്കും ഓരോ മതം. അങ്ങനെ മൂപ്പര് പറയുന്നത് വാസ്തവത്തിൽ സഹോദരന്മാരെ, എന്നിട്ട് മൂപ്പരെന്താ പറയുന്നത്? ഇപ്പൊ പുതിയ നിയമമുണ്ട്. എന്താ പുതിയ നിയമം? പുതിയ നിയമം ഉമ്മർ മൗലവിയുടെ നിയമമാണ് അത്രേ. മറ്റേതൊക്കെ പോയി. അമാനി മൗലവി പരിഭാഷയിൽ എഴുതിയതും കുണ്ടുതോട് വ്യവസ്ഥയിലുള്ളതൊക്കെ പഴയത്. ഉമ്മർ മൗലവിയുടേതാണ് ഏറ്റവും പുതിയത്. അതിലെന്താ ഉമ്മർ മൗലവി എന്താ പറയുന്നത്? ഉമ്മർ മൗലവി മന്ത്രം അനുവദനീയാന്ന് പറഞ്ഞ ആളെന്നെ. മന്ത്രം ശിർക്കല്ലാത്ത മന്ത്രങ്ങളൊക്കെ അനുവദനീയാന്ന് പറഞ്ഞതാണ്. ആ ഭാഗം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആദ്യം നിങ്ങൾ നോക്കൂ, എന്താ ഉമർ മൗലവി പറഞ്ഞത്? ചോദ്യോത്തരങ്ങൾ കേട്ടോളൂ. ചോദ്യം: മന്ത്രത്തെക്കുറിച്ചുള്ള ഹദീസ് ഏത്? അവയിൽ അനുവദനീയമായതേത്? ആ ചോദ്യത്തിന്, ഒരു വായനക്കാരന്റെ ചോദ്യത്തിന് മൗലവി ഇങ്ങനെ തെളിവ് നിരത്തിയിട്ട് മറുപടി പറഞ്ഞ് അതിന്റെ അതാ അവസാന ഭാഗത്ത് മൗലവി പറയാണ്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഖേനയും അള്ളാഹുവിനോട് പ്രാർത്ഥനയുമായുള്ള മന്ത്രമാണെങ്കിൽ യാതൊരു ദോഷവുമില്ല. മലക്കിന്റെയോ ജിന്നിന്റെയോ റസൂലിന്റെയോ നബിയുടെയോ വലിയിന്റെയോ പേരുകൾ മുഖേനയും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുള്ള മന്ത്രമാണെങ്കിൽ ശിർക്ക് തന്നെ. ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലിക്കൊണ്ടും മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ടും ബുർദ ബൈത്ത്, ബദർ ബൈത്ത് മുതലായത് ചൊല്ലിക്കൊണ്ടും ചില മുസ്ലിയാക്കൾ മന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെയും ശിർക്കാകുന്നു. ഒരു കാരണം സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ഉൾക്കാമ്പ്. ഇസ്ലാമിന് മുമ്പ് സ്വഹാബികൾ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങളിൽ അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ്, അതൊക്കെ ഹാജരാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പരിശോധിച്ചിട്ട് നിർദോഷമായി കണ്ടത് അനുവദിക്കുകയും ദോഷമായി കണ്ടത് വിരോധിക്കുകയും ചെയ്തു എന്ന് തീർച്ച. ഉമർ മൗലവി യദാ സൽസബിയിൽ രേഖപ്പെടുത്തുന്നു. ആ വാദത്തിൽ നിന്ന് ഉമർ മൗലവി പോയിട്ടുണ്ടോ? ഒരിക്കലും പോയിട്ടില്ല. ഇപ്പൊ പുതിയ നിയമം പറയാൻ എന്താ ഉമർ മൗലവി ഇപ്പൊ ഹയാത്തിൽ പുതിയ ബുക്ക് എഴുതിയതാണോ? പുസ്തകത്തിന്റെ പുതുമ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയോ സാധു? ഈ പുസ്തകം എഴുതിയത് ഏത് കാലത്താണ് ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. നിങ്ങൾ പറയൂ ഉമർ മൗലവി എവിടെയാണ് നിഷേധിച്ചത്? പക്ഷേ ഉമർ മൗലവി ഈ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ഇവിടെ നമ്മുടെ മുസ്ലിയാക്കളിൽ ചിലർ ജിന്നിന്റെയും ശൈത്താന്റെയും സഹായം തേടുക എന്ന ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതി കെട്ടുന്നതും എഴുതിക്കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? എന്നിട്ടതിന്റെ ശേഷം ചില കാര്യങ്ങൾ മൗലവി പറയുന്നുണ്ട്. അതെന്താ? അതിന് പുറമെ ഓതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും മന്ത്രിപ്പിക്കുകയോ എഴുതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും ഉറുക്കും പിഞ്ഞാണവും എഴുതിപ്പിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിനൊക്കെയും അലിഖിതമായ എന്തോ നിയമവ്യവസ്ഥയുണ്ട്. ആത്മീയമായി എന്തോ വിശേഷ നിലപാടും ജിന്നിനെയും പിശാചിനെയും സ്വാധീനിക്കാനുള്ള
കഴിവുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നവരെയാണ് ഈ ആവശ്യത്തിന് ആളുകൾ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും ഈ വ്യക്തിക്ക് അദൃശ്യവും ആത്മീയവുമായ ഒരു പരിഗണനയുണ്ട്. അതിനാൽ ശിർക്കിന്റെ ചുവയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇത് മൗലവി എഴുതിയിട്ടില്ലേ അതിന്റെ അടിഭാഗത്ത്? നിങ്ങൾ ആ ഭാഗം വായിക്കാതെ മേലെയുള്ള വരി മാത്രം വായിച്ചതല്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഏത് രൂപത്തിലാണ് ഈ ഒരു പ്രത്യേകമായ കാര്യത്തിന് പ്രത്യേകതയുണ്ടെന്ന നിലക്ക് അത്തരത്തിലുള്ള ആളുകളെ ആ രൂപത്തിൽ ജിന്നും അതുപോലെ തന്നെ പിശാചും ആഭിചാരവുമായി കൊണ്ട് സേവ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ആ അർത്ഥത്തിലല്ലേ മൗലവി പറഞ്ഞത്? അതല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഉമർ മൗലവി അതാ സൽസബീലിൽ തന്നെ ഏതൊക്കെയാണ് അനുവദനീയം, ഏതൊക്കെയാണ് അനനുവദനീയം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളിലൊക്കെ കളവല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഉമർ മൗലവിയുടെ പുസ്തകം മനസ്സിലാവില്ല, അമാനി മൗലവി എഴുതിയത് മനസ്സിലാവില്ല, സ്വന്തം ഉസ്താദ് നെല്ലിക്കുത്ത് എഴുതിയത് പോലും മനസ്സിലാകാത്തയാളല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയത് മനസ്സിലാകും? അതുകൊണ്ട് ഉമർ മൗലവി അതാ സൽസബീലിൽ ഇനിയും വിശദമായി പല ലക്കങ്ങളിലായി ഇത് വിശദമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പറയണേ, ഇനിയും വായിക്കാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഐക്കല്ലിനെ പറ്റി പറഞ്ഞപ്പോ ഐ കല്ല് എന്ന് മുറിച്ചു പറഞ്ഞു. അങ്ങനെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അൽമനാറിലേക്ക് ഓടിപ്പോയി. അൽമനാർ എന്നൊരു ലേഖനം വായിച്ചു. വായിച്ചിട്ട് എന്താ കിട്ടിയത്? നിങ്ങൾ പറയും പോലെ ഐ കല്ല് എന്നിങ്ങനെ അത് ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ അൽമനാർ വായിച്ചു നോക്കിയില്ലേ? പക്ഷേ അതിൽ നിന്നൊന്നും ഐ കല്ല് എന്നിങ്ങനെ വേർതിരിച്ചത് നിങ്ങൾക്കൊരിക്കലും തെളിയിക്കാനുമായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ മന്ത്രസംബന്ധമായ കുതന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്. ഇപ്പോഴോ ഏതൊക്കെ നിലക്കുള്ള ആത്മീയ ചികിത്സാലയങ്ങളാണ് നടക്കുന്നത്? ഒരു ചികിത്സാരിയുടെ പേര് കേട്ടോളൂ, ആത്മീയ അറബിക് ചികിത്സാലയം. പ്രമുഖ പണ്ഡിതനും ഷെയ്ഖ് യൂസഫ് മാലിക്കയുടെ ശിഷ്യനുമായ, പേര് കേട്ടോളൂ, ചിലപ്പോ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, സയ്യിദ് ടി കുരുമുളക് ഉസ്താദ്. പുതിയ ഉസ്താദാ ടി കുരുമുളക് ഉസ്താദ്. നിങ്ങൾക്കുണ്ടാകുന്ന പൈശാചികമായ ബുദ്ധിമുട്ട്, ശാരീരികവും മാനസികവും ശിഹർ സംബന്ധിച്ചും വീട്ടിലുണ്ടാകുന്ന ശൈത്താനത്തിന്റെ ശല്യവും മാറാരോഗവും സ്ഥലം സംബന്ധിച്ചും വീട് സംബന്ധിച്ചും ചികിത്സ നടത്തുന്നു. കുരുമുളക് തങ്ങൾ സമീപിക്കുക. ടി കുരുമുളക് ഉസ്താദ്. നീ ഇവർക്കെന്തോരേ മന്ത്രങ്ങൾ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതെല്ലാം മന്ത്രങ്ങളാ ഇതാരായി? കുറെ മന്ത്രങ്ങളുണ്ട്. ഇതിന്റെ ആളെ പേരെന്ന് പറഞ്ഞുതരാം. സൈനുദ്ദീൻ മുസ്ലിയാർ ഇബ്നു ഉമറുൽ ഖാദി. ഇതിൽ പറയുന്നു ഉമറുൽ ഖാദിയുടെ മകൻ സൈനുദ്ദീൻ മുസ്ലിയാർ. ഈ പുസ്തകത്തിന്റെ പേര് മജ്മുഉ ശിഫാ, രോഗശമന സമാഹാരം. ഇതിലൊക്കെ ഓരോന്നിനൊക്കെ ഓരോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു മന്ത്രം കേട്ടോളൂ, മുഹബ്ബത്തിന് മന്ദിരം. മുഹബ്ബത്തിന് മന്ദിരം. എന്താ മന്ദിരം? ഒരുത്തി ഒരുത്തനോട് ഉരിയാടാതെ ഉണ്ട് എങ്കിൽ വല്ല ഭക്ഷണത്തിലും മന്ദിരിച്ച് തിന്നാൻ കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? അസല്ലാഹു അയ്യജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദത്തൻ വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറുർ റഹീം. മൂപ്പർക്ക് കിട്ടിയതാ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ. വേറെയും കുറേ ഉണ്ട്. ഇതിനൊക്കെ വായിക്കുകയാണെങ്കിൽ കണ്ടമാനുണ്ട്. കണ്ടോ, ഓരോ വരകളും കളികളും അതുപോലെ തന്നെ ധാരാളമുണ്ട്. പ്രത്യേക ചിത്രങ്ങളും കള്ളികളും കോലങ്ങളും രൂപങ്ങളും അതൊക്കെ പരീക്ഷിച്ച് ഫലമറിഞ്ഞതാണ് എന്ന പ്രത്യേകമായ ഫത്വയോടുകൂടി തന്നെ ഇറക്കിയത് കാണാൻ സാധിക്കും. ഇതിൽ വേറൊന്നുണ്ട്, എന്നെ കൊണ്ട് വായിക്കാൻ പറ്റൂല. എങ്ങനെ ഇത് വായിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മന്ദിരം, ഇത് ഒരു കള്ളിയാണെന്ന്. ആ കള്ളിക്കകത്തത് കുറെ മലയാളം എന്തൊക്കെയുണ്ട്. ഹുനാ എന്തിരി ഹരശൻ ഇല്ലത്ത് മൂഷികൻ കണ്ട് കാര്യം ആവത് താനും തലം മൊന്തും പറമ്പിൽ ബശികളില്ലാഞ്ഞാൽ ചെമ്പ് കൂടാരത്തിൽ ഇരുമ്പ് കൂടാരം കരകര ബർപ്പാൻ സുഹാമിയൻ ഗരോനാഥ്. മനസ്സിലായി? എന്തേ മനസ്സിലായി? ജയന്തി മുസ്ലിയാരുടെ മന്ത്രാണ്. പലതുണ്ട്. ഇതൊക്കെ വായിക്കാൻ നടക്കൂല, ധാരാളമുണ്ട്. അപ്പൊ ഇത് രൂപത്തിൽ പിന്നെ എന്തൊക്കെ നിങ്ങളുടെ മന്ത്രങ്ങളുണ്ട്, നിങ്ങളതൊക്കെ തള്ളും. ഞാനിവിടെ പണ്ട് മുജറബാത്തു ദൈറബിയുടെ പരിഭാഷ വായിച്ചിരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് KV മുഹമ്മദ് മുസ്ലിയാരെ ഞങ്ങൾ തള്ളിയതാണ്. കാവിലവളപ്പിൽ മുഹമ്മദ് അല്ലേ, അങ്ങനെയല്ല മരിച്ചപ്പോൾ റിപ്പോർട്ട് വന്നത്, അത്രേ വില ഉണ്ടായുള്ളൂ. കാവിലവളപ്പിൽ മുഹമ്മദ് നിര്യാതനായി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിങ്ങളതൊക്കെ തള്ളി ഓരോ ദിവസം. ഞാൻ പറയില്ല, നിങ്ങൾ സമസ്ത മുഷാവറ പിരിയാൻ നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക്
സമസ്തന്റെ മുഷാവറ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇവിടുന്ന് ഓരോ പുതിയത് ഇങ്ങനെ വരുമ്പോൾ അതിനിപ്പോൾ എന്താ മറുപടി അറിയാം, കൂടെ തന്നെ മുഷാവറ കൂടി തീരുമാനിക്കുക. ഞങ്ങൾക്കതുമായിട്ടൊരു ബന്ധമില്ല, പുല ബന്ധം പോലുമില്ല. അങ്ങനെ ഓരോന്നോരോന്ന് ഇവിടെ ഇങ്ങനെ തെളിയിക്കട്ടെ, ഓരോന്നോരോന്ന് ഇവിടെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് പറയണം. ഇനി വേറൊരു പ്രശ്നം പറയുള്ളത് എന്താണെന്നറിയോ? വേറൊരു പ്രശ്നം പറയുന്നത് ഇവിടെ ഒരു കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കത്ത് സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പേഡിൽ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് കത്ത് കിട്ടിയിരുന്നു. മൗലവിമാർ ഓടിയെന്നാ അവിടെ പറഞ്ഞ്. മൗലവിമാരെ അതിന് മറുപടി കൊടുത്തോ അല്ലേ എന്ന് എനിക്കറിയില്ല എന്നാ പറഞ്ഞ്. എന്തായിരുന്നാലും അങ്ങനെ ഒരു കത്ത് ഓരോരുത്തർക്ക് കൈമാറി ഒരു കൂട്ടർ മറുപടി കൊടുത്തു. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായി എന്ന് എനിക്കറിയില്ല എന്ന് മൂപ്പർ പറയുന്നു. എന്നാ കഴിഞ്ഞ പ്രസംഗം നടന്നപ്പോ ഇവിടുത്തെ SYS പ്രവർത്തകർക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തില് ആവശ്യപ്പെടുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം രണ്ട് പണ്ഡിതന്മാരും ഇരുന്ന് മതപരമായ ഇവിടെ തർക്കം നടക്കുന്ന വിഷയങ്ങളിൽ ഒരു സ്റ്റേജിൽ ഒരു സദസ്സിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണണം. ഈ കത്ത് കൊടുത്തയച്ചത് ആരാണ്? ഈ കത്ത് കൊടുത്തയച്ചത് മുസ്ലിം സാംസ്കാരിക വേദി നാദാപുരം. ഇതിന് ചെയർമാൻ PB കുഞ്ഞബ്ദുള്ള ഹാജി, ഇതിന്റെ കൺവീനർ സൂപ്പിക്കുട്ടി മാസ്റ്റർ, ഇതിന്റെ ട്രഷറർ ജമാൽ ഹാജി. ഈ കത്ത് കൊടുത്തയച്ചപ്പോൾ ഇവിടുത്തെ SYS പ്രവർത്തകർ അതിന് മറുപടി കൊടുത്തയച്ചു. മറുവശത്തിനും അവർ ഇതുപോലെ കത്ത് കൊടുത്തിരുന്നു. ആ കത്തിന് മുജാഹിദുകൾ പ്രതികരിച്ചോ? ഞങ്ങൾക്കറിയില്ല, അവരെഴുതിയ ഞാൻ വായിക്കാം. ഞങ്ങൾക്കിപ്പോൾ അവര് ഒരു അഭിനന്ദന ലെറ്റർ തന്നു. അങ്ങനെ നാദാപുരം മേഖലയിലും പുറത്തും അറിയപ്പെടുന്ന ഒരു പൊതുകാര്യ പ്രസക്തനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളുമായ ബഹുവരപ്പുറത്ത് കുഞ്ഞബ്ദുൽ ഹാജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുകയും രണ്ട് വിഭാഗത്തെയും ഒരു പൊതുവേദിയിൽ ഒന്നിച്ചിരുത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ രണ്ട് വിഭാഗത്തെയും സമീപിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് SYS മേഖലാ കമ്മിറ്റിക്കും KNM മേഖലാ കമ്മിറ്റിക്കും ഞങ്ങൾ കത്തുകൾ നൽകിയത്. ഏതായാലും നാദാപുരത്തെ മുസ്ലിം ജനസമൂഹത്തിന്റെ ആശയാഭിലാഷങ്ങൾക്ക് മുമ്പിൽ അനുകൂല പ്രതികരണം കാഴ്ചവെച്ച താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞങ്ങൾക്ക് അവർ തന്ന കത്താണ് ഇത്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു സാംസ്കാരിക വേദിയുടെ ഒരു കത്തിനെ പറ്റി ഇവിടെ പരാമർശമുണ്ട്. അപ്പോ അത് നമ്മുടെ പ്രവർത്തകരുടെ കയ്യിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോ തന്നെ അവരൊന്ന് അന്വേഷിച്ചു. നമ്മൾ നോക്കിയാലോ ഇങ്ങനെ ഇതിൽ പറഞ്ഞ സനതൊക്കെ ശരിയാണോ നോക്കണ്ടേ. അപ്പൊ അതിന്റെ ലെറ്റർ പേഡിലുള്ള ആദ്യത്തെ പേരൻ ആരാണ്? വരപ്രത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞൂടാ. വരപ്രത്ത് കുഞ്ഞബ്ദുള്ള ഹാജി അദ്ദേഹമാണ് ഈ സാംസ്കാരിക വേദിയുടെ ചെയർമാനായിട്ട് ആ ലെറ്റർ പേഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? വേഗം പോയി ഇതെന്താ അതിന്റെ സത്യാവസ്ഥ? വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജി, കാരണം ഒന്നാമത്തെ സനദിലെ ഒന്നാമത്തെ റാവി തന്നെ വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണല്ലോ. അപ്പൊ മൂപ്പരോടം പോയി ചോദിക്കുക എന്താ അതിന്റെ നിജസ്ഥിതി. വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയെ നമ്മുടെ പ്രവർത്തകർ സമീപിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി അറിയോ? നിങ്ങളാണോ ഇത് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളാണോ ഈ കാര്യം എഴുതിയിട്ടുള്ളത്? നിങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ചുരുങ്ങിയൊരു ഭാഗം ഇൻഷാ അല്ലാഹ് ഇവിടെ ഒന്ന് കാണിക്കാണ്. ഈ ഓരോരുത്തരെ കൊണ്ടൊന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു എന്നൊക്കെ പേരോടിന് ആക്ഷേപമുണ്ട്. നമ്മൾ കാര്യങ്ങൾ കാണിക്കാനാണ്. നിങ്ങൾക്ക് അങ്ങനെ പല വേലകളുണ്ട്. വേലിയുടെ കാര്യത്തിലുള്ള ഇന്റർവ്യൂ വരാൻ പോകുന്നു. വേലിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒപ്പിച്ച വേലക്ക് ഇനിയും ഇന്റർവ്യൂ വരാൻ പോകുന്നു. അതിന്റെ മുമ്പ് വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയുമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. ഈ വിഷയത്തിൽ എന്താ അതിന്റെ നിജസ്ഥിതി എന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മുസ്ലിം സാംസ്കാരിക വേദികളുടെ ലെറ്റർ പേഡും ഈ സംഘടന വ്യാജാണ്. നിങ്ങളതിന്റെ ചെയർമാനാണ്. നിങ്ങൾ PB കുഞ്ഞബ്ദുള്ള ഹാജി ചെയർമാൻ എന്നാണ് അവർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിയില്ല. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിട്ട് അവരോട് ചോദിച്ചോ എന്താണ് എന്റെ പേരിൽ ഇങ്ങനെ കൊടുക്കുന്നത്? സത്യത്തിൽ നിങ്ങളെ മഞ്ചേശ്വരുള്ള കേസിൽ ഇപ്പൊ നിയമപരമായിട്ട് ഞാൻ മറ്റൊരു ചെയർമാനാ കാണുന്നില്ലല്ലോ ചെയർമാനാ. ഈ സൂപ്പിക്കുട്ടി മാസ്റ്റർ അറിയോ? നിങ്ങൾ അറിയോ? ആ, ഇവരാണ് കൺവീനർ എന്ന് കൊടുത്തിട്ടുള്ളത്. സൂപ്പിക്കുട്ടി മാസ്റ്റർ ജമാലാദിനാണ്. ഈ സംഘടന അറിയില്ല, ലെറ്റർ പേഡ് അറിയില്ല. ഇത് ഈ ലെറ്റർ പേഡിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല.
അപ്പൊ ഈ കുഞ്ഞബ്ദുല്ലാജി പറഞ്ഞ ആളെ നാട്ടിലുള്ള സർവ്വസമ്മതനായ ഒരു വ്യക്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരിത് പറയുന്നത്. അപ്പൊ അതാണ് പോയിന്റ്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം കുഞ്ഞബ്ദുല്ലാജി ഇവിടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന പൊതുകാര്യ പ്രസക്തനായ ആള്. അപ്പൊ ആ നിലക്ക് കുഞ്ഞബ്ദുല്ലാജി മുന്നിലുണ്ട് എന്നുള്ള നിലക്കാണ് അവര് അതിന്റെ പിന്നിലാണ് എല്ലാ കൂട്ടിമാറ്റങ്ങളും എല്ലാ കളികളും നടത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ നിങ്ങള് അറിഞ്ഞില്ല കാര്യങ്ങളൊക്കെ. ചെയർമാനാവുകയല്ല അങ്ങനത്തെ ഒരു വേദിക്കല്ല വിളിക്കുക, വിളിച്ചാൽ ഞാൻ പോവാ, വിളിച്ചിക്കൂല, വിളിച്ചാൽ പോയില്ല. കണ്ടോ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അറിയില്ല, ഞാൻ എന്നിട്ട് വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാട്ട് പോവില്ല. അതിൻ്റെ ഇടയിലൂടെ ചോദിക്കേണ്ട ഹുസൈൻ സലഫിക്ക് ഇനി ഇവിടെ പരിപാടി വെക്കാൻ ഇനി സമ്മതിക്കൂല, ഇതിൻ്റെ ശേഷം ഇത് കത്തിന് മറുപടി തരാത്തതുകൊണ്ട് ഇനി ഇവിടെ പരിപാടി നടക്കൂല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം അദ്ദേഹം അഭിമുഖത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അത് ഒരു കൂട്ടർക്ക് മാത്രമല്ലല്ലോ, അവർക്കും വെക്കാൻ പറ്റൂല്ലോ, നിങ്ങൾക്ക് വെക്കാൻ പറ്റൂല്ലെങ്കിൽ അവർക്കും പറ്റൂലല്ലോ. അപ്പൊ ഇതൊക്കെ കൃത്യമായി കണ്ടോ. അപ്പൊ വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണ് അതിൽ ചെയർമാനായിട്ട് അഭിമുഖത്തിൽ പറയും. ആ ലെറ്റർ പേഡിൽ തന്നെ പേരോട് തന്നെ എടുത്ത് കാണിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ സമീപത്ത് പോയപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പൊ സനത് അവിടെ പൊളിഞ്ഞു. എന്നിട്ട് അതും പൊക്കി പിടിച്ചാ പറഞ്ഞു, കണ്ടോ അങ്ങനെ വെല്ലുവിളി ഉണ്ടായിട്ട് ഓടിയിരിക്കണേ. ഇതാ നിങ്ങളുടെ വേറൊരു വെല്ലുവിളി ഉണ്ടല്ലോ, പേരോട് തന്നെ വെല്ലുവിളിച്ചൊരു വെല്ലുവിളി ഉണ്ടല്ലോ. അതെന്താ പേരോട് വിളിച്ച വെല്ലുവിളി? ഫർള് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന. അവിടെ പറഞ്ഞിരുന്നു നമ്മള്, ഫർള് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അങ്ങനെ മാതൃകയില്ലാത്ത സംഗതിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു നമസ്കാര ശേഷമുള്ള ഒരു കൂട്ടുപ്രാർത്ഥന അതിന് മാതൃകയില്ല. അത് സംബന്ധമായ ഇബാറത്തുകളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ അന്ന് എന്ത് ചെയ്തു? പേരോട് എന്ത് ചെയ്തു? ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണിയാണ് വായിച്ച് കേൾപ്പിച്ചിട്ട് പേരോട് മുസ്ലിയാര് എന്താ പറഞ്ഞു എന്നറിയോ? മൗലവി ആ ഉദ്ധരണിയുടെ അവസാനത്തിൽ എന്നുണ്ട്. വനഹ്വിഹി എന്നത് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. അല്ലെന്ന് തെളിയിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ആൺകുട്ടികൾ ഉണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ആൺകുട്ടികൾ ഉണ്ടേന്ന് പറഞ്ഞ മൂപ്പര് പറയണേ, മൂപ്പര് വേറെന്തിനോന്നാ വിചാരിച്ച്. മൂപ്പർക്ക് അതാ പരാതി. മൂപ്പര് പറയണേ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ ആൺകുട്ടികൾ ഉണ്ട് എന്നല്ല പറയണേ, കിതാബ് നോക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതാർക്കും മനസ്സിലാവില്ലേ? അത് ചോദിച്ചിട്ട് അതിന് മറുപടി ആയിട്ട് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്നെയാണ്, പിന്നെ വേറെന്തിനാ കുറ്റ്യാടിയിലേക്ക് പ്രത്യേകം ചെല്ലാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞ കാര്യത്തിനോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മനസ്സിലാകുന്നില്ല. അപ്പോ ഈ വെല്ലുവിളിയാണ് ഇപ്പൊ മുജാഹിദുകൾക്ക് നേരെ തൊടുത്തു വിട്ടത്. ഈ വെല്ലുവിളി മുജാഹിദുകൾ സ്വീകരിക്കുന്നു. തിരിച്ചങ്ങോട്ടും ചോദിക്കട്ടെ, എന്ന് ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിലെ ആ വാചകം നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണെന്ന് തെളിയിക്കാൻ AP സമസ്തയിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഒരുങ്ങട്ടെ. അപ്പോൾ മുജാഹിദുകൾ അതിനെ നേരിടുന്നതാണ് ഇൻഷാ അല്ലാഹ്. പോരെ നിങ്ങൾക്ക്? എന്നിട്ട് അതും പറഞ്ഞോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓരോന്ന്. നിങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഇവിടെ കാര്യമായി പ്രസംഗിച്ച മറ്റൊരു കാര്യം ഒരു വേലി വിവാദം. ആ വേലി വിവാദത്തിൽ നമ്മൾ അന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു വേലി ആരും നമ്മൾക്കെതിരെ ഒരു വേലി കെട്ടിയിട്ടില്ല, നമ്മൾ അങ്ങോട്ട് കിടക്കരുതെന്ന നിലക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം അദ്ദേഹം ചെയ്തതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ബഹുമാന്യനായ ആലിഹ്സനാജി എന്ന് പറയുന്ന ആ മാന്യ സഹോദരന്റെ തന്നെ വാക്കുകൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കേൾപ്പിച്ചിരുന്നു. അപ്പൊ ഇവരൊരു വേലൊപ്പിച്ചല്ലോ. ഇനിയിപ്പോ എന്താ മറുപടി അറിയാ? ഇപ്പൊ എന്താ അതിന് പറയാ? അപ്പൊ ഒരാളെ ഏർപ്പാട് ചെയ്തു, പുറത്തുനിന്ന് അങ്ങനെ വിളിച്ചിട്ട് ചില കാര്യങ്ങള് വളരെ കൃത്രിമത്വം നടത്തിയിട്ട് ഒരാൾ അവതരിപ്പിക്കാണ്. അത് സംബന്ധമായിട്ട് എന്താ ഉണ്ടായത് എന്ന് ചില ചോദ്യങ്ങളൊക്കെ പിന്നെ പേരോട് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മൂപ്പര് സ്ഥാപിക്കാണ് ഈ ആലിഹ്സനാജി പരിപാടിക്കെതിരെ തന്നെയാണ്. അതുപോലെ തന്നെ സലഫിയുടെ ഈ ഗണ്ണന പ്രസംഗം കൊണ്ട് സലഫിക്ക് പരാജയമാണ്. പേരോടിന്റെ വാദത്തിനൊന്നും മറുപടി അറിയാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ ആലിഹ്സനാജി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക്
ആലി ഹസനാജിയുമായിട്ട് ഫോണിലൊരു സംസാരം, എന്നിട്ട് അതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയെന്നല്ലേ എന്നിങ്ങനെയുള്ള ഒരു അവതരണം. എന്താ ഇതിന്റെ നിജസ്ഥിതി എന്ന് ആലി ഹസനാജിനോട് നമുക്ക് ഇനിയും ബന്ധപ്പെടാലോ. ആലി ഹസനാജിയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം അതിന്റെ നിജസ്ഥിതി പറയുന്നത് ഇതാ അടുത്ത ഇന്റർവ്യൂ ഒന്നുകൂടി കേട്ടോളൂ. നാദാപുരത്ത് താങ്കളുടേതായി കിടക്കുന്ന സ്ഥലത്ത് ഇനി ആരും പരിപാടി സംഘടിപ്പിക്കരുത് എന്ന് കരുതിയാണ് താങ്കൾ ആ സ്ഥലം വേലി കെട്ടി അടച്ചത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിൽ സലഫിയെ താങ്കൾ ഉദ്ദേശിച്ചിരുന്നു? ഇല്ല, സലഫിയെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ വേലി കെട്ടി മുട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, സലഫിക്ക് ആ സ്ഥലം എൻ്റെ മുൻ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സലഫിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥലം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഞാൻ എന്നും പറയാൻ തയ്യാറാണ്. എന്നും എൻ്റെ അടുത്തുള്ള ഈ സ്ഥലം എൻ്റെ അടുത്തുള്ള കാലത്തോളം എന്ത് ചെയ്യൂ, സലഫിക്ക് ഈ സ്ഥലം ഞാൻ എന്ന് വേണമെങ്കിലും ഞാൻ കൊടുത്തോളും. അടുത്ത ഭാഗം, അടുത്ത ചോദ്യം തന്നെ. സലഫിക്ക് പരാജയമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുന്നത് നോക്കൂ. താങ്കളുമായി പേരോടിൻ്റെ ആൾ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഈ പരിപാടിയിൽ സലഫിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതായി ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭാഷണം കണ്ടു. സത്യത്തിൽ താങ്കൾ സലഫിയെയാണോ ഉദ്ദേശിച്ചത്? ഒരിക്കലും സലഫിയല്ല, ഞാൻ പേരോടിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പേരോടിന് ഒരു മറുപടിയും പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നല്ല മാറ്റങ്ങൾ നാദാപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട്. അത് മാത്രമല്ല, എൻ്റെ ഈ സംഭാഷണം, ടെലിഫോൺ സംഭാഷണം ഒരുപാട് ദുരുപയോഗം ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്ത് പിന്നെ ഇതിൽ ഇവര് കേസറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്, പിന്നെ പേരോടിൻ്റെ ഒരുപാട് കേസറ്റ് കണ്ടിട്ടുണ്ട്, ഒരുപാട് കട്ട് ചെയ്ത് സാധാരണവരെ പറ്റി പറയുന്നൊരു വിഷയമാണിത്. ഇത് ഒരുപാട് കേസറ്റ് അപ്പുറം ഇപ്പോഴും കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കത് മനസ്സിലായി. കാരണം ഇങ്ങനെയാണ് ഇവർ കേസറ്റ് ഇറക്കുന്നത്. 100% ഇവർക്ക് തൻ്റെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ ഈ സംഭാഷണം 100% ഫുള്ളായിട്ട് ഇവർ പുറത്തു വിട്ടെ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആരെ എന്നോട് എന്ത് ചോദിച്ചു എന്നുള്ള രീതിയിൽ മറുപടി വരട്ടെ. അത് മാത്രമല്ല, സലഫീൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് റൌഫ് എന്ന് പറയുന്ന ഒരാളാണ് എന്നെ കുണ്ടോട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. പേരോടിൻ്റെ ആള് സലഫീൻ്റെ ആള്. എന്തിനാണ് ഇവർ കളവ് പറയുന്നത്? ഇവർ ദീനിൻ്റെ ആൾക്കാരാണോ? സലഫിന്റെ ആള് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. സലഫിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്നിട്ട് മതാരി എന്ന് പറയുന്ന ഒരു സായാഹ്ന പത്രത്തിൽ കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അഭിമുഖം തന്നത്. ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്നിട്ട് ഈ ഒരു AP-നെ പറ്റി പല ഇതും എന്നോട് പറയുന്നുണ്ട്, പേരോടിനെ പറ്റിയിട്ട്. ഇനിയും ഞാൻ സലഫിക്ക് സ്ഥലം കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും? തീർച്ചയായിട്ടും ഞാൻ മുസ്ലിം സലഫിക്ക് എന്ത് വേണമെങ്കിലും, ഞാൻ ഈ പരിപാടി ഇപ്പം നാദാപുരത്ത് നടക്കുന്ന ഈ പരിപാടി തന്നെ ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഇവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട്. അവര് ജനബാഹുല്യം കൊണ്ട് അവിടെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പഴയ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. കേട്ടില്ലേ? ഈ കുറി തന്നെ അവിടെ പരിപാടി നടത്തിക്കോന്ന് സമ്മതിച്ച സംഘാടകരോട് എന്നെ വിളിച്ച് പറഞ്ഞതാ, നടത്തിക്കോലും അവിടെ പരിപാടി. പക്ഷെ നമ്മളെ പ്രവർത്തകർ പറഞ്ഞു ഈ ജനബാഹുല്യം ഇനി അവിടെ ഒന്നും ഒതുങ്ങൂല, അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ കിട്ടിയിട്ട് നമുക്ക് വലിയ വിഷമാകും, അതുകൊണ്ടാണ് സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറിയത്. ഇനിയിപ്പോൾ കഴിഞ്ഞ പരിപാടി നടന്ന തൊട്ടപ്പുറത്തെ പറമ്പിലേട്ടോ, ഇപ്പുറത്തെ പറമ്പിലേക്ക് മാറി. ഇനിയിപ്പോൾ അപ്പോൾ കഴിഞ്ഞ പറമ്പിൽ ഇപ്പം എന്തുണ്ട്, പോയി നോക്കിയാൽ കാണാം അവിടെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രസംഗം അത് സലഫി ചവിട്ടരുതെന്ന രൂപത്തിൽ വാഴ വെച്ച് ബന്ധാക്കി എന്നറിയിപ്പോൾ. ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നാദാപുരത്ത് എവിടെയും പ്രസംഗിക്കാൻ സ്ഥലം കിട്ടും. തെളിവാത് 1 അവിടെ, 2 ഇവിടെ, 3 ഇവിടെ, ഇനി ഇൻഷാ അല്ലാഹ് എവിടെയാണെങ്കിൽ അവിടെ. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഇതുപോലെ നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ കള്ളത്തരങ്ങൾ ലോകം ഇങ്ങനെ അറിയണം. നിങ്ങൾ ഫോൺ ചെയ്യുക, എന്നിട്ട് കുറെ മുറിക്കുക, എന്നിട്ട് പറയത്തത് പറഞ്ഞു, ആ രൂപത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. വിശദമായി നിങ്ങൾ കേട്ടല്ലോ ആ വിഷയത്തെ പറ്റി. ഒരു ദിവസത്തെ പ്രസംഗം മുഴുവൻ അതാ മൂപ്പരെ വേലി. ആ വേല നടക്കൂല പേരോടെ, സർവ്വ വേലയും പൊളിഞ്ഞു ഈ വേലി വിവാദത്തിന്റെ അവസാനം. കണ്ടില്ലേ? അതിമൊന്നും സമയം കളയേണ്ട കാര്യമില്ല. ആളുകളൊക്കെ ഉത്ബുദ്ധരാണ്. ഒരു മാറ്ററും ഇല്ലാഞ്ഞിട്ട് ഒരാൾ ഇതിങ്ങനെ കൊണ്ടെടുക്കുക, വേലി കെട്ടി ബന്ധാക്കി രൂപത്തിൽ എന്നാ ഞാൻ പറഞ്ഞത്, ചവിട്ടരുതെന്ന രൂപത്തിൽ. എന്താ വ്യാഖ്യാനവും തഫ്സീറും ഒക്കെ അറിയോ? ആ തഫ്സീറൊന്നും വേണ്ടല്ലോ, ഉടമേനെയാണ് പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? പിന്നെ നമ്മളന്ന് പറഞ്ഞു ഇയാൾക്ക് ഈ കാപ്പട്യങ്ങൾ എമ്പാടും ഉണ്ട്. ഒന്ന് പറഞ്ഞതല്ല പിന്നെ പറയാ, പിന്നെ പറഞ്ഞതല്ല പിന്നെ പറയാ. നമ്മൾ അന്ന് പറഞ്ഞു ഈ കൈചുംബനത്തിന്റെ കാര്യം മൂപ്പര് പറഞ്ഞപ്പോ, കൈ ചുംബിക്കുന്നുണ്ടല്ലോ, കൈ മുത്തരുത്. ഈ കൈമുത്തന കാര്യം പറഞ്ഞപ്പോൾ മൂപ്പരെന്ന് പറഞ്ഞ് നമ്മളെ കൈ ഒരാൾ മുത്താൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ ആഗ്രഹിക്കണ്ട, എൻ്റെ കൈയിൻ്റെ ഗുണം കൊണ്ട് അയാളുടെ മൂക്കിന് വർക്കത്ത് അയാൾക്ക് കിട്ടട്ടെ നല്ല ചിന്തിക്കേണ്ടത്. അത് കിബറാനാ പറഞ്ഞ്. അത് എൻ്റെ കൈയിൻ്റെ വർക്കത്തോണ്ട്
മൂപ്പർക്ക് കിട്ടട്ടെ, നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ അങ്ങനെ ആലോചിക്കരുത്. പിന്നെ എന്താ നമ്മളെ മനസ്സിൽ എന്താ വേണ്ടത്? അയാളെ മൂക്കിന്റെ ഗുണം കൊണ്ട് എന്റെ കൈ ഒന്ന് രക്ഷപ്പെടുത്തേന്ന്. എന്താ രസം! പേരോട് ഇങ്ങനെ കൈ വെച്ചെടുക്കണ എന്തിനാണെന്നറിയോ? ഓരോരുത്തരും മുത്തുനോന്റെ ഒക്കെ മൂക്കിന്റെ ബർക്കത്ത് ഇങ്ങനെ കയറാന്, മൂപ്പരെ കയ്യുമ്മൽക്കൈ മൂക്കിന്റെ ബർക്കത്ത് കയറാനാ കൈ വെച്ചെടുക്കുന്നത്. അങ്ങനെയാണ് മൂപ്പര് കൈ വെച്ചെടുക്കുന്നത്. മാത്രല്ല മൂപ്പര് പിന്നെ പറയുന്നുണ്ട്, എന്ന് വെച്ച് ഒരാൾ മുത്താൻ വന്ന കൈ വലിക്കൊന്നും വേണ്ട, അതൊന്നും ഇസ്ലാമിലില്ല. എന്ന് വെച്ചാല് ഒരാളിപ്പോ അപ്പൊ എന്തിനാങ്ങൾ പിന്നെ ഈ കൈ വലിക്കുന്നത്? കൈ വലിക്കണ്ട, അത് ഇസ്ലാമിലില്ല. അങ്ങനെ കൈ വലിക്കൊന്നും വേണ്ട, അത് ഇസ്ലാമിലില്ല നിങ്ങൾ പറഞ്ഞില്ലേ. എന്നാൽ നിങ്ങൾ ഇസ്ലാമിലില്ലാത്ത പണി നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്, കാന്തപുരത്തെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ഒരു മൂക്കിന്റെ ഗുണം എന്ത് നിങ്ങൾക്ക് കിട്ടിക്കൂടെ? ഒരാളതാ നിങ്ങൾക്ക് മൂക്കിന്റെ ഗുണം തരാൻ വേണ്ടി വന്നില്ലേ, അപ്പൊ എന്തിനാ ഉസ്താദ് ആ ഗുണം നിഷേധിച്ചത്? കാണിച്ചു കൊടുക്കും മോനെ. അതാ അപ്പോ ഈ മൂക്കിന്റെ ഗുണം ആ ഉസ്താദിന് വേണ്ട എന്ന് വിചാരിച്ചു ഒരാൾ മുത്താൻ വരുമ്പോ കൈ വലിക്കണം എന്നുണ്ടോ? അത് ഇസ്ലാമിലില്ല നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പൊ എന്താ ഈ ചെയ്യുന്നത്? അപ്പൊ ഉസ്താദിന് മറ്റുള്ളവരെ മൂക്കിന്റെ ഗുണമൊന്നും വേണ്ടല്ലേ? അപ്പൊ അവിടെ മൂക്കെന്ത് അവന്ന് ചങ്ങായിക്ക് ജലദോഷ? മൂക്കിന്റെ ഗുണം നല്ല ഗുണം കയറിട്ട മൂക്കിന്റെ ഗുണേ ജലദോഷവും കൂടി ഉണ്ടെങ്കിൽ വിശേഷമായി. അന്ന് മുത്തിന്റെ വശങ്ങളൊന്നും ഇങ്ങനെ കാണിക്കുകയും ചെയ്താൽ മതി. അപ്പൊ നന്നായിട്ട് കയറും, തലച്ചോറ്റിൽക്കും ബർക്കത്ത്. ഇനിതാ മൂപ്പര് നമ്മളെ വിനീതന് ഇപ്പൊ മൂക്കിന്റെ ബർക്കത്ത് വേണ്ട. വിനീതൻ ചെയ്ത് കണ്ടോളി. ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പർക്ക് തന്നെ തോന്നി ഇനി അങ്ങനെയാണ് വേണ്ട. മൂപ്പരയാണ് കൈ, നിങ്ങൾ ആ ക്ലിപ്പിൽ കൈ ശ്രദ്ധിച്ചോ, കൈ ഇങ്ങനെ പിടിക്കണം കുറെ കഴിയുമ്പോൾ ആൾക്കാർ മുത്തണ്ടാച്ചിട്ടേ. ഇങ്ങനെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത്. മുത്തായക്കളില്ല ഒരു കയ്യും കെട്ട് അല്ല മുത്തായക്കൾ ഒറ്റ വലിയ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കട്ടെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അവിടെ നിങ്ങൾ വേറൊരു രംഗം കണ്ടോ? അവിടെ നിങ്ങൾ ഇത് പണ്ട് കാണിച്ച ക്ലിപ്പല്ലോ, വേറെ മൂപ്പരിനോട് എല്ലാ വരവിനും കാണിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പുതിയതൊന്നും വേണല്ലോ. ആ ക്ലിപ്പല്ല ഇത്, പോക്കറ്റിൽ കിടാൻ പറഞ്ഞ ആ ക്ലിപ്പല്ല. മൂപ്പർ ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോൾ മൂപ്പർ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ സിറാജുലുദയിൽക്കുള്ളത് അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത്. പക്ഷെ മോലിയന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മോലിയര് മൂപ്പരെ പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോണ്ട് പറഞ്ഞുതരാം. അതാ നോക്കണേ, പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു വേണ്ട അപ്പെടുക്കും മോലിയര്. വിശ്വാസല്ലേ? നോക്കിക്കോളീൻ, കണ്ടോ, ശ്രദ്ധിച്ചോളി. അതാ പോക്കറ്റ് അടിച്ചു. എന്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് എന്താ? എന്റെ പോക്കറ്റിൽ ഇരുന്നത് അത് മുങ്ങളിവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമില്ല. വീണ അപ്പം പോക്കറ്റ് അടിച്ചു മൂപ്പര്. വിശ്വാസം വേണ്ടേ? സ്ഥിരം കാണിച്ചോളട്ടോ, സ്ഥിരം കാണിച്ചോളൂ. എന്നോട് പറയുന്നുണ്ട് സലഫി ഇത് കാണിക്കൽ തുടങ്ങിയതിന്റെ ശേഷം 2 ലക്ഷം ഉള്ളത് 3 ലക്ഷം അയക്കണേ, ഒരു 10 ലക്ഷം ആയിക്കോട്ടെ, കൂടട്ടെ, നിങ്ങളെ വരുമാനം കൂടട്ടെ, നിങ്ങളുടെ വരുമാനം ധാരാളമായി കൂടട്ടെ കേട്ടോ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ഓരോ കാര്യത്തെ സംബന്ധിച്ചിട്ടും ഈ കാര്യം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആളുകൾ തന്നെ ക്ലിപ്പാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞല്ലോ. നീ കാണിക്കാത്ത പരാതിയൊന്നും വേണ്ട. എന്താണ് നിങ്ങൾ അതിൻ്റെ കാര്യം, എന്തേ സംഭവിച്ചത് എന്നൊക്കെ എൻ്റെ വിശദീകരണം അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായി. എന്തൊക്കെയാ എന്നോട് പറഞ്ഞ് ഞാനൊരു പോക്കറ്റിൽ കിടന്ന് എനിക്കൊന്നല്ല മറ്റാൾക്കും കൂടി തോന്നണ്ടപ്പത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ് ആ നോക്കി നിൽക്കലും, വീണാ ഉടനെ ആ പോക്കറ്റ് അടിക്കലും, എത്ര വിദഗ്ധമായിട്ടാ പോക്കറ്റ് അടിക്കുന്നത്. ആ രംഗം ഒന്നും കൂടെ അങ്ങനെ കാണിച്ചാൽ അതൊന്നും നല്ലതാണ് കാണുന്നത്. ആൾക്കാർക്ക് ആവേശമുള്ളത് കൊണ്ടൊന്നും കണ്ടോട്ടെ. വേണ്ട അല്ല, ആ മൂക്കിന്റെ ഗുണം എന്ന് പറഞ്ഞോ ഒന്ന് കേൾപ്പിച്ചേ. മൂപ്പർക്ക് ആ മൂക്കിന്റെ ഗുണം അപ്പൊ നിഷേധിച്ച് അതൊന്നാണ് കേട്ടോട്ടെ. ഇതാ അപ്പൊ മൂക്കിന്റെ ഗുണം പോയത്. നമ്മളെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് നമ്മൾ കരുതരുത്, അത് ആഗ്രഹിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ? അതേ സമയത്ത് ഒരാൾ വന്ന് ചുംബിക്കുമ്പോ കൈ വലിച്ചു കളയണോ? ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദ് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞ എന്താ അറിയോ? ആരൊക്കെ ചുംബിക്കുന്നുണ്ടെ ചുംബിച്ചോട്ടെ, അവർക്ക് എന്തോ കിട്ടുന്ന കിട്ടിക്കോട്ടെ, നമുക്ക് അങ്ങനെ തോന്നൽ വേണ്ട, നമ്മളെ മനസ്സിലങ്ങനെ തോന്നൽ വേണ്ട. പഠിച്ചവനെ അവന്റെ മൂക്കിന്റെ ബർക്കത്തുകൊണ്ട് എന്റെ കൈ രക്ഷപ്പെടുത്തണേ എന്ന് ചിന്തിക്കാം. കണ്ടോ, അത് ഇസ്ലാമിലില്ലാന്ന് നിന്റെ പേരിൽ നോണെന്നും പറയണ്ട. നിങ്ങൾ അത് ഇസ്ലാം അല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ ക്ലിപ്പിന് ചിത്രത്തിനൊരു ചാട്ടം? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മൂക്കിന്റെ ബർക്കത്തൊന്നും വേണ്ട.
നിങ്ങൾക്ക് മൂക്കിന്റെ വർക്കത്തൊന്നും വേണ്ട, അപ്പൊ കയ്യേലിക്ക. പിന്നെ കുറച്ചു നേരത്തിന് ഇങ്ങനെ തന്നെ കയ്യ് മുത്താൻ വരുമ്പോൾ അത് വേണ്ട. അപ്പൊ നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അത് സംബന്ധമായിട്ട് നിങ്ങളുടെ പ്രവൃത്തി എന്താണ് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് പേരോട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, ഞങ്ങളെ തമ്മിലടിപ്പിക്കണ്ട, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ് ആ വാചകം മൂപ്പര് പറഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അത് സംബന്ധമായിട്ടുള്ള അവകാശവാദം പിന്നെയും വേറെ ചില കാര്യങ്ങളും പറഞ്ഞത് നിങ്ങളൊന്ന് ഓരോന്നങ്ങ് കേൾക്കുക. പെട്ടെന്നങ്ങ് നടക്കട്ടെ. ഞങ്ങളെ ഈ KAP എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന 3 വിഭാഗമാക്കി തമ്മിലടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സുന്നി ആശയം തകർക്കാമെന്നത് നിങ്ങൾ വ്യാമോഹമാണ്. സലഫി നടക്കൂല കേട്ടോ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഈമാനുള്ളവർ ഒറ്റക്കെട്ടായിരിക്കും. സംശയം വേണ്ട. അതങ്ങ് പറഞ്ഞു, അതന്ന് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടാണ് കാണിച്ചു കൊടുത്തു. മുദ്രാവാക്യങ്ങള് കൊമ്പ് കുലുക്കി നടക്കണ്ട, ചേള അരിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറിപ്പൂരങ്ങൾ അടങ്ങുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ധാരാളം കേൾപ്പിച്ചു. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിനീതൻ തന്നെ മലപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ സമസ്തയുടെ ആളുകളെ പറഞ്ഞത് കേൾപ്പിച്ചു. അങ്ങനെ ധാരാളം ക്ലിപ്പുകൾ കേൾപ്പിച്ചപ്പോ ഒക്കെ മൂപ്പര് പറയും, മൗലവി നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ നിലക്കുള്ള ചീത്തയും നിങ്ങൾ കാണിച്ചില്ലേ, ഞാൻ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറഞ്ഞില്ല. ആ നിലക്കാണ് മൂപ്പര് സംസാരിക്കുന്നത്. എന്നാൽ ഒറ്റ ആലിമിനെയും ചീത്ത പറഞ്ഞില്ല എന്ന് പറയുന്ന മൂപ്പരുടെ ആ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ. അതിന്റെ ശേഷം ഇദ്ദേഹത്തിന്റെ ഈ നിലക്കുള്ള കാപട്യങ്ങൾക്കുള്ള സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക, കേൾക്കുക. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ ഒരു സാധനം നീ തുടങ്ങട്ടോ. ഈ ഒരു സാധനം, ഇത്രയും അതപ്പതിച്ചൊരു സാധനം വേറെ എന്താ ലോകത്തുള്ളതെന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സാധനം നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ ഒരു സാധനം, ഇത്രയും അതപ്പതിച്ചൊരു സാധനം വേറെ എന്താ ലോകത്തുള്ളതെന്നാ ഞാൻ ചോദിക്കുന്നത്. ആ നിലക്ക് മുസ്ലിം സമുദായത്തിനൊരു ശാപമായി തീർന്ന ഈ കെ വിഭാഗം എന്ന് എന്തിനാ ഈക്കേന്റെ പേര് പറയുന്നത്? മൂപ്പർ മരിച്ചുപോയി, അള്ളാഹ് അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആ നിലക്ക് മുസ്ലിം സമുദായത്തിനൊരു ശാപമായി തീർന്ന
ഈ കെ വിഭാഗം എന്ന് എന്തിനാ ഈ കെന്റെ പേര് പറയുന്നത്? മൂപ്പർ മരിച്ചുപോയി, അള്ളാഹ് തന്നെ കബർ സന്തോഷത്തിൽ. ഇപ്പൊ ആരെയും പറഞ്ഞത് ഈ കെ വിഭാഗം ഇത്ര അധപ്പതിച്ചൊരു വിഭാഗം ചെറുശ്ശേരി, കാളമ്പാടി, അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ്, അതുപോലെ തന്നെ പാണക്കാട്ട മറ്റു തങ്ങന്മാര്, അതുപോലെ തന്നെ മുഹമ്മദ് ഫൈസി, അതുപോലെ കെ ടി മാനു മുസ്ലിയാര്, ഇവരുടെ എല്ലാ നേതാക്കന്മാരെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചിട്ട് ഈക്കനണ്ട് ഒഴിവാക്കി ബാക്കി എല്ലാരെയും അടക്കിയ ചീത്ത പറഞ്ഞു. ഇപ്പൊ എന്നിട്ടോ മുപ്പര് അവകാശവാദം എന്താ? അടക്കിയ ചീത്തയാണ്. അവകാശവാദം എന്താ? ഒന്ന് കേൾപ്പിച്ചേ. ഒറ്റ ആലിമിന് ചീത്ത വരില്ല, അത് ശരിയാ. ഒറ്റ പറയൂല, ഒന്നിച്ചേ പറയൂ. ഒറ്റ പറയൂല. ഒറ്റ ആലിമിനെ, അതായത് ഒരു ആലിമിനെ മാത്രമായിട്ട് ഞാൻ പറയും. ഞാൻ പറയുമ്പോ കാടടക്കിയിട്ടാ പറയാ. കേട്ടോളൂ ആ ഭാഗം. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കെ പട്ടിക്കാട് പൂർത്തിയാടിച്ച് അങ്ങനെ പൂച്ചക്കാട്ടേക്ക് പോയി. പട്ടിക്കാട് പൂച്ചക്കാട് കാഞ്ഞങ്ങാട് പോയി നിർത്തി. പട്ടിക്കാട് കോളേജ് പൂച്ചക്കാട്ടേക്ക് പോയില്ലേ ഈ കെ? എന്തിനും പോയത്? നിങ്ങൾ പുറത്താക്കിയതല്ലേ ഈ കെ? ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലെ SKSSFന്റെ പിരിവ്, അവരുടെ SDVയുടെ പിരിവ്, ഇതൊക്കെ വെച്ച് നടത്തുകയാണ്. പിരിവ് വാങ്ങുന്നത് ഇവർക്ക് ഹലാലാകുമോ? അവർക്ക് ഹലാലും ഹറാമും കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. ഹറാമും ഹലാലും കിതാബ് നോക്കുന്ന ഏർപ്പാട് മറുഭാഗത്തില്ലല്ലോ. ആരെ പറഞ്ഞത്? ഹറാമും ഹലാലും കിതാബ് നോക്കുന്ന ഏർപ്പാട് മറുഭാഗത്തില്ലല്ലോ. ഹലാലും ഹറാമും കിതാബ് നോക്കുന്ന ഏർപ്പാട് മറ്റേ പുറത്തില്ലല്ലോ. ആരെ പറ്റിയാ പറഞ്ഞത്? ഈ കെ വിഭാഗത്തെ മൊത്തം ഒറ്റ ആലിമിനെയും ഞാൻ ചീത്ത പറയൂല, മൊത്തത്തിലേ പറയുള്ളൂ.